ഒരു കുട്ടി മരിക്കുകയും മറ്റു 2 കുട്ടികൾ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വനം വകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും സമരങ്ങൾ നടത്താനുമാണ് ദൗർഭാഗ്യവശാൽ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന BJP ആയാലും UDF ആയാലും ചെയ്തിരിക്കുന്നത്. വനം വകുപ്പ് എത്രയോ കാലമായി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ് കെട്ടാറില്ല. കേരളത്തിൽ ഒരിടത്തും കെട്ടിയിട്ടില്ല. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ അവിടെ എത്തപ്പെടുന്ന ആളുകൾ ആസൂത്രിതമായ രീതിയിൽ എത്തപ്പെട്ടതാണോ, അതിനെ തുടർന്ന് നിലമ്പൂർ ഉൾപ്പെടെ നടന്നിട്ടുള്ള വാഹനം തടയൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. ഏതെങ്കിലും ഒരു സംഭവം നടന്നാൽ ഉടനെ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി അതിനുപയോഗിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിക്രമിക്കുന്നതിന്, കടന്നാക്രമിക്കുന്നതിന് ഇതുപോലുള്ള കാര്യങ്ങൾ, ദാരുണമായ സംഭവങ്ങൾ ഉപയോഗിക്കുക. ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം ചൂടിന് വരും. ആ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ്. അദ്ദേഹത്തിൻ്റെ വാർഡിലായി സംഭവം നടക്കുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. എല്ലാം പരിശോധിക്കട്ടെ. അതെല്ലാം വെച്ചുകൊണ്ടിനെ ഞാൻ പറയുന്നത്. എല്ലാം പരിശോധിക്കട്ടെ. നമസ്കാരം. പന്നിമാംസം വിറ്റ് പണമുണ്ടാക്കാൻ തയ്യാറാക്കിയ അനധികൃത വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വഴിക്കടവിലെ 15-കാരൻ അനന്തു മരിച്ചു. കാരണക്കാരൻ പന്നിയെ വേട്ടയാടാനും മാംസം വിൽക്കാനുമായി ലൈനും വലയുമായി ആസൂത്രണം ചെയ്ത വിനീഷ്. അതുവരെ ഒരു ദുരന്തം. പക്ഷേ അതിനുശേഷം സംഭവിച്ചത് അതാണ് ആ നാടിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. അനന്തുവിൻ്റെ മരണം സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാക്കി ആക്രോശിച്ച് CPIM പോളിറ്റ് ബ്യൂറോ അംഗത്തെ വരെ തടയുന്നതുവരെയുള്ള രാഷ്ട്രീയ കളിക്കിറങ്ങിയതും പിന്നെ അർദ്ധരാത്രിയിൽ ആശുപത്രിയിലേക്കുള്ള വഴിയടച്ച് നടത്തിയ സമരം അവസാനിപ്പിച്ച് തട്ടുകടയുടെ മുൻവശത്ത് സെൽഫി എടുത്ത് ആഘോഷം അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്തതും എല്ലാം 4 വോട്ടിന് വേണ്ടി കാട്ടിക്കൂട്ടിയ ആഭാസം എന്ന ദുരന്തം. കോൺഗ്രസ്സുകാരനായ പ്രതി വിനീഷിനെ രക്ഷിക്കാനും പന്നികളെ വെടിവെക്കാനുള്ള പഞ്ചായത്തിൻ്റെ അധികാരം ഉപയോഗിക്കാത്തതിലെ വീഴ്ച മറച്ചു പിടിക്കാനും കാട്ടിറച്ചി വിറ്റ് കാശുണ്ടാക്കുന്നതിലെ പങ്ക് പറ്റുന്നത് നാട്ടുകാർ അറിയാതിരിക്കാനുമായിരുന്നു ഇന്നലെ രാത്രിയിലെ സമരനാടകങ്ങൾ. ഇന്നലെ വൻ പ്രതിഷേധം ഉയർത്തിയവരുടെ നാവ് ഇന്നെന്തേ അടഞ്ഞുപോയി? സമഗ്ര അന്വേഷണം നടത്താൻ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടതോടെ വായടഞ്ഞോ കോൺഗ്രസിന്? ചാമക്കാലയും കൂട്ടരും കാട്ടിയ വൃത്തികേടുകൾക്കൊപ്പം UDF സ്ഥാനാർത്ഥിയും നിന്നുകൊടുക്കുമ്പോൾ കാടിറങ്ങുന്ന പന്നികളെക്കാൾ ദുരന്തങ്ങളാണ് ഈ രാഷ്ട്രീയ കളി നടത്തുന്നവർ എന്ന് ജനം വിളിച്ചു പറയുന്നു. പന്നി ശല്യത്തെക്കാൾ ദുരന്തം. വെറും പ്രതിഷേധമായിരുന്നില്ല ഇന്നലെ നിലമ്പൂർ കണ്ടത്. ഒരു ആസൂത്രിത രൂക്ഷതയാണ്. അനന്തുവിൻ്റെ ദേഹവും വേദനയും ഉപയോഗിച്ച് വോട്ട് നേടിയെടുക്കാൻ നോക്കുന്ന കോൺഗ്രസ്സുകാരുടെ ആഘോഷ കമ്മിറ്റി. പന്നികളെയും വെട്ടിയവർ ഭീകരരും ദാരുണരുമാണ് എന്നാണ് ഈ നാടിൻ്റെ ഇപ്പോഴത്തെ സംസാരം. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചോദിക്കുന്നത്, മരിച്ചവൻ്റെ ദേഹത്തിൽ ചിതാഭസ്മത്തിൽ സെൽഫി എടുത്തുകൊണ്ട് നാട് നീളെ വോട്ട് തേടുന്ന വൃത്തികെട്ട രാഷ്ട്രീയ കളി നിലമ്പൂരിൽ ആരാണ് ആസൂത്രണം ചെയ്തത്? മരണത്തെ ആഘോഷമാക്കിയതും നാടിൻ്റെ നൈതികതയിൽ രാഷ്ട്രീയ ലാഭം കണ്ടവരും ഇന്നലെ വരെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ എവിടെയായിരുന്നു? ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരുകാരെ കുറച്ച് കണ്ട് എന്ത് നെറുകെട്ട കളിയും കളിക്കാമെന്ന് കരുതിയവർക്ക് മാപ്പ് കൊടുക്കുമോ? പന്നിമാംസം വിൽക്കാൻ കെണിയൊരുക്കിയവൻ്റെ രാഷ്ട്രീയം നിങ്ങൾ സൗകര്യപൂർവ്വം മറക്കുകയാണോ? പന്നികളെ വെടിവെക്കാൻ പഞ്ചായത്തിന് നൽകിയ അധികാരം ഉപയോഗിക്കാതിരുന്നത് ആരുടെ ഭരണസമിതിയാണ്? ഇതിന് ഉത്തരം എന്തുകൊണ്ട് മറച്ചു പിടിക്കുന്നു? ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ CPIM നേതാവ് PM ആർഷോ, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്,
ഇടതു നിരീക്ഷകൻ ഡോക്ടർ KP പ്രേംകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം നിജേഷ് അരവിന്ദ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ അനന്തുവിൻ്റെ മരണത്തിനിടയാക്കിയ ഈ സംഭവങ്ങൾ എല്ലാം തന്നെ ഒരു ഗൂഢാലോചനയുടെ, മരണത്തിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് അതൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇന്നത്തെ ഈ ചർച്ചകളിലേക്കൊക്കെ നയിച്ചത് എന്നാണ്. കോൺഗ്രസ്സിന് ഇതിൽ എന്തുണ്ട് ഇപ്പോൾ ജനങ്ങളോട് പറയാൻ? താങ്കളുടെ ഇൻട്രഡക്ഷൻ സ്പീച്ചിൽ പറഞ്ഞ പല കാര്യങ്ങളും പന്നികളെക്കാൾ ഭീകരരാണോ എന്നൊക്കെയാണ് ചോദിച്ചത്. താങ്കൾ തന്നെ പരിശോധിക്കുക പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിൽ തിരുത്തിയിട്ടുണ്ട്. അത് ഞാൻ ആ രീതിയിലല്ല പറഞ്ഞത്, പന്നി ശല്യം എന്നാണ്. അതായത് പന്നികൾ അവിടെ ഒരു വലിയ ശല്യമാണെന്നാണല്ലോ പറയുന്നത്. ആ ശല്യത്തെക്കാൾ വലിയ ദുരന്തങ്ങൾ എന്നാണ് ഞാൻ ആദ്യമേ വ്യക്തമാക്കുന്നു. ഓക്കെ, ഞാനത് വിട്ടു. പരിശോധിച്ചാൽ മതി, പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുന്ന സമയത്ത് പരിശോധിച്ചാൽ മതി. അത് ആ ഭാഷ ചർച്ചയ്ക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചാൽ മതി. ഞാനതില് എന്തില്ല, വാശി പിടിക്കാനില്ല. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിന് എന്ത് കിട്ടി? നാട്ടിൽ 15 വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെടുന്നു. ആ കുട്ടി മരണപ്പെടുന്നത് ഈ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ്. ഒരാഴ്ച മുമ്പ് KSCB-ക്കാരോട് ഇങ്ങനെ ലൈനിൽ നിന്ന് കണക്ഷൻ എടുത്ത് പ്രത്യേക ലൈൻ ഉണ്ടാക്കി പന്നികളെ പിടിക്കുന്ന ആളുകളുണ്ട് എന്ന് വീട്ടമ്മമാർ അവിടെ KSCB-ക്ക് പരാതി പറയുന്നു. നേരത്തെ ആളുകൾ മരണപ്പെട്ട സമയത്ത് റിട്ടേൺ ആയ പരാതി കൊടുക്കുന്നു. ആക്ഷൻ എടുക്കാത്തത് KSCB ആണ്. ഒന്നാമത്തെ പ്രതി KSCB ആണ്. വനംവകുപ്പ് ഈ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്ന വഴിക്കടവ് നെല്ലിക്കുത്ത് വനമേഖലയിൽ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഫോറസ്റ്റ് ഓഫീസർമാർക്ക് ഇത് എന്തുകൊണ്ട് കാണാൻ സാധിച്ചില്ല? രണ്ടാമത്തെ പ്രതി. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെ നയിക്കുന്നവരാണ് പ്രതി. ഇനി നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, അല്ല, അതിനകത്തൊരു സംശയം നിജേഷ് അരവിന്ദ് ഇപ്പൊ അത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ അല്ലെങ്കിൽ നാടുകളിൽ നടക്കുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ വൈദ്യുതിയുടെ ദുരുപയോഗത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ നോക്കാൻ കൂടിയാണ് നമുക്ക് അവിടെ ഒരു വാർഡ് മെമ്പറൊക്കെ ഉള്ളത്. ഈ കാര്യത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ ഇന്ന് നടത്തിയതുപോലെ ഒരു പ്രതിഷേധം വേണമെങ്കിൽ, ഇന്നലെ രാത്രി നടത്തിയ പോലെ ഒരു പ്രതിഷേധമൊക്കെ നിങ്ങൾ അവിടെ മുമ്പ് നടത്തി കണ്ടില്ല. ഒന്നത് അവിടുത്തെ വാർഡ് മെമ്പർ എന്ത് ചെയ്യുകയായിരുന്നു? രണ്ടാമത്തത്, മൂന്നാമത്തെ കാര്യം, തൊട്ടടുത്തൊരു പഞ്ചായത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് തോന്നുന്നു. ദൗർഭാഗ്യവശാൽ നമുക്ക് ആ രാഷ്ട്രീയം പോലും ഇപ്പോൾ ഈ ചർച്ചയിൽ പറയേണ്ടി വരുന്നു. 2 മാസം മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഇതൊന്നും കാണിച്ച് കണ്ടില്ല എന്നോ അവിടെ സന്ദർശിച്ചിട്ട് പോലും ഇല്ല നേതാക്കൾ എന്നുള്ള പരാതി ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒന്നാമത് പറഞ്ഞതിന്റെ മറുപടി, ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് KSCB-യുടെ ലൈൻ നോക്കലാണ് പണി എന്ന് നിങ്ങൾ ഏത് പഞ്ചായത്ത് രാജ് നിയമത്തിനകത്താണ് പഠിച്ചു വെച്ചിട്ടുള്ളത്? ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. അതെ, ഞാൻ ഈ ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുകയും ഈ കാര്യങ്ങൾ ഈ വിഷയത്തിൽ തന്നെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് താങ്കൾ ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കൂ. ഈ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട അംഗങ്ങൾക്ക് ആ ഗ്രാമവുമായി ബന്ധപ്പെട്ട ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കൽ തന്നെയാണ് പണി. എന്ന് എവിടെയാണ് നിങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ആവശ്യമായ സംവിധാനം ഗ്രാമപഞ്ചായത്തിലൂടെ ഒരുക്കുക എന്നുള്ളതാണ്. അയൽസഭയിലൂടെ ഗ്രാമസഭയിലൂടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അവിടെയുള്ള അഭിപ്രായം സ്വരൂപീകരിച്ച് ഫണ്ട് വകയിരുത്തി ജനങ്ങളുടെ സഹകരണത്തോടെ വികസന പ്രക്രിയ നടപ്പിലാക്കലാണ് ഗ്രാമപഞ്ചായത്ത്. അതാണോ നിങ്ങളുടെ മെമ്പർമാരെല്ലാം ചെയ്യുന്നത്? മറ്റു കാര്യങ്ങളൊന്നും അവർ ഇടപെടാറില്ല. അല്ല, നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഇതിന്റെ പ്രതി എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഗ്രാമപഞ്ചായത്തിൽ ഒരു മെമ്പർ ഉണ്ട് അവിടെ. ആ മെമ്പർ ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ഇതുപോലെ ഒരു പ്രദേശത്ത്, നിലമ്പൂർ പോലെ ഒരു പ്രദേശത്ത് അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തുള്ള കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്നതിൽ ആ മെമ്പർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള കാട്ടുമൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം പോലും കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും ഉപയോഗിക്കാത്ത പഞ്ചായത്ത്, അതിൽ നേതൃത്വം കൊടുക്കാത്ത വൈസ് പ്രസിഡന്റ്, ആ വാർഡിൽ ഇങ്ങനൊരു പ്രശ്നം 6 മാസമായിട്ടുണ്ടായിട്ട് ഇടപെടാത്തൊരു മെമ്പറാണെങ്കിൽ അയാൾക്ക് ഇനി അവിടെ അടുത്ത ഒരു മെമ്പർ ആകാൻ എന്താണ് യോഗ്യത? മൈതാന പ്രസംഗമാണ് ലാൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനും അതേ ഭാഷയിൽ പ്രസംഗിക്കാൻ തയ്യാറാണ്. മൈതാന പ്രസംഗമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ ചുമതല, നിങ്ങൾ പറഞ്ഞ ഓരോന്നായിട്ട് വരാം. നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം, പ്രതിയായ ആൾ കോൺഗ്രസ്സുകാരനാണ്. നിങ്ങൾ അത് തെളിയിച്ചാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം.
ആ കുടുംബത്തിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ അത് ആ പ്രതി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉറച്ച CPM കാരനായിരുന്നു. ഇടക്കാലത്ത് അവരിലെ കുറച്ചാളുകൾ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. UDF അല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമ്പർ 1 നിങ്ങൾ പറഞ്ഞ കാര്യം. രണ്ടാമത്തത് പഞ്ചായത്ത് മെമ്പർക്ക് ഷൂട്ട് ചെയ്യാനുള്ള അധികാരം പഞ്ചായത്ത് മെമ്പർക്കല്ല. ഒരു പഞ്ചായത്തിൽ ലൈസൻസ് തോക്കുള്ള ആളുകളുടെ അപേക്ഷ ക്ഷണിച്ച് ഷൂട്ടർമാരാക്കി തെരഞ്ഞെടുക്കുന്നു. അവർക്ക് ഏറ്റവും അവസാനമായി 6/3/2025 1500 രൂപ പ്രതിഫലവും 2500 രൂപ അതിന്റെ ശവസംസ്കാരത്തിന് അനുവദിച്ചുകൊണ്ട് 6/3/2025 ഉത്തരവ് വന്നിട്ടുണ്ട്. വഴിക്കടവ് പഞ്ചായത്തിൽ 4 ഷൂട്ടർമാരായിരുന്നു ഉണ്ടായത്. അതിൽ ഒരാൾ മരണപ്പെട്ടു. ഇപ്പോൾ 3 ഷൂട്ടർമാർ ഉണ്ട്. 113 പന്നികളെ അവർ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. എടുത്ത് പരിശോധിക്കാം. ആ 113 പന്നികളെയും കൊന്നതിന്റെ ചെലവ് പൂർണ്ണമായി വിനിയോഗിച്ചിട്ടുള്ളത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്നാണ്. എടുത്തു പരിശോധിക്കാം. അടുത്ത കാര്യം നിങ്ങൾ പറഞ്ഞു, നാട്ടിലൊരു പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാൽ, നാട്ടിലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് KSCB-കാരനോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടും നടപടിയെടുത്തിട്ടില്ല എങ്കിൽ നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ അവിടുന്ന് വളരെ അടുത്താണ്. നെല്ലിക്കുത്ത് ഫോറസ്റ്റ് ഓഫീസർമാർ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ നിരന്തരമായി പട്രോളിംഗ് നടത്തേണ്ട ഏരിയയാണ് വനവുമായി ചേർന്ന സ്ഥലം. അവിടെ വനം വകുപ്പ് ചെയ്യാത്തതിന്, ഇവിടെ KSCB ചെയ്യാത്തതിന്, KSCB-യുടെ മോഷണം അവിടെ നടന്നുകൊണ്ട് ഇത് ചെയ്യുന്നത് സ്വാഭാവികമാണ്. നേരത്തെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇതവിടെ ഒരു സ്ഥിരം സംഭവമായിട്ടും ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും ചെയ്തിട്ടില്ല എങ്കിൽ KSCB-യെ നയിക്കുന്ന ആളുകളാണ് ഉത്തരവാദി. സ്വാഭാവികമാണ്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരൂ. അവിടെ വരുമ്പോൾ ഇതെല്ലാം മാറുമല്ലോ. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ ചോദിച്ച കാര്യം പറയൂ. അതുകൊണ്ട് നിങ്ങൾ ഗ്രാമപഞ്ചായത്ത്, മൂന്നാമത്തെ കാര്യം ഇതാണ്. മൂന്നാമത്തെ കാര്യം, തൊട്ടടുത്തൊരു പഞ്ചായത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ രണ്ട് മാസങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ടിട്ടും ഇടപെടാത്ത കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഇപ്പോൾ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയതാണ്. കാരണം അതാണ് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ല എന്ന് തോന്നുന്നത്. നിങ്ങൾ ഈ വാർഡിൽ കാണിച്ച ഒരു നിസ്സംഗത ഈ തൊട്ടടുത്ത പഞ്ചായത്തിലും കണ്ടു. നിങ്ങൾ കേരളത്തിൽ ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയ്ക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടന എവിടെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് കോതമംഗലത്താവട്ടെ, ഇടുക്കിയിലാവട്ടെ, വയനാട്ടിലാകട്ടെ, ബത്തേരിയിലാവട്ടെ, അവസാനം കാളികാവിലാവട്ടെ, കക്കയത്താകട്ടെ, ഇവിടെയൊക്കെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികരിക്കുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കക്ഷികളുമാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധത്തിൽ നിന്ന് അവിടെയില്ല ഇവിടെയുണ്ട് എന്നൊന്നുമല്ല. ഇനി നിങ്ങൾ തിരിച്ചു വാ. നിങ്ങളുടെ ഒരു മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി, വനം വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇത് ഗൂഢാലോചനയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാരോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്പി തൂക്കിയിട്ട് ആളുകളെ കൊന്ന് പ്രതിഷേധം പിന്നെ ഒരു സംഭവത്തിന് ശേഷം ഉണ്ടാകുന്നതിനെയാണ് പ്രതിഷേധം എന്ന് പറയുന്നത്. ഒരു സംഭവത്തിലാണ് ഇത് ഗൂഢാലോചനയാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട വനം വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയമാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം കാരണമായി പറയുന്നത് നിങ്ങൾ ഇതിനു മുൻപ് ഇത്തരം സംഭവങ്ങൾ നടന്നപ്പോൾ ഇപ്പോൾ വിജേഷ് തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും അവിടെ കാണിച്ചിട്ടില്ല. തൊട്ടടുത്ത പഞ്ചായത്തിലാണെങ്കിലും കാളികാവിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതുപോലുള്ള പ്രതിഷേധം നടത്തി കണ്ടില്ല. അല്ല, കൈരളി ന്യൂസിന്റെ ഇന്നത്തെ ഇൻട്രഡക്ഷൻ മുതൽ ഉള്ള കാര്യങ്ങളാണ്. പന്നികളെക്കാൾ ഭീകരർ എന്ന നിലയ്ക്കാണല്ലോ നിങ്ങൾ ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ആരാണ് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. നാട്ടിലൊരു 15 വയസ്സുകാരൻ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടും പരിഹരിക്കാത്ത അനാസ്ഥ കൊണ്ട് മരണപ്പെട്ട് കിടക്കുമ്പോൾ ഒരു യുവജന സംഘടന പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണോ? കേരളത്തിലെ ആദ്യത്തെ സംഭവമാണോ? അങ്ങനെ ഒരു പ്രതിഷേധത്തിന് വരുന്ന സമയത്ത് ചേർന്ന് നിന്ന് പ്രതിഷേധിക്കേണ്ട ഉത്തരവാദിത്തമാണ് യുവജന സംഘടനകൾക്കുള്ളത്. അല്ലാതെ കീ ജയ് വിളിക്കുകയല്ല. രണ്ടാമത്, ഇന്ന് വിജയരാഘവൻ ഇന്ന് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലെ പ്രതിക്ക് എവിടുന്നാണ് അദ്ദേഹം ഈ കോൺഗ്രസ് മറുപടി എന്താണെന്ന് ഞാൻ അന്വേഷിക്കട്ടെ. വിജേഷിലേക്ക് വരാം. ഞാൻ പോവുകയാണ്. നിജേഷ് അരവിന്ദ്, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് CPM-ന്റെ മറുപടി എന്താണെന്ന് ഞാൻ അന്വേഷിക്കുകയാണ്. PM ആർഷോ, ഇതാ നോക്കൂ, ഇന്ന് പകൽ മുഴുവൻ നമ്മൾ കണ്ട കാഴ്ചകൾക്ക്, ഇന്നലെ രാത്രി മുതൽ കാണുന്ന കാഴ്ചകൾക്ക് ഇടയ്ക്കുണ്ടായ ഒരു യു-ടേൺ അടി നമ്മൾ കണ്ടു. ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു യു-ടേൺ ഇന്ന് പകൽ കണ്ടു. ഇതിനൊക്കെ ശേഷം ഒടുവിൽ ഇന്ന് രാത്രിയായി ചർച്ച നടക്കുമ്പോൾ നിജേഷ് അരവിന്ദ് കോൺഗ്രസിന് വേണ്ടി വിശദീകരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് അതിനോടുള്ള പ്രതികരണം?
ഇന്നലെ വഴിക്കടവിലുണ്ടായത് അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കുരുന്നിൻ്റെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഒരു ക്രിമിനൽ നടത്തിയ ക്രിമിനൽ പ്രവർത്തനം, ആ ക്രിമിനൽ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയിലുണ്ടായ അപകടത്തെ തുടർന്നാണ് ഇന്നലെ കുരുന്ന് മരണപ്പെടുന്നത്. ആ മരണം സംഭവിച്ച് അതിൻ്റെ തൊട്ടടുത്ത ഘട്ടം മുതൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇന്നലെ രാത്രി ഈ നാടിനകത്ത് കാണിച്ചു കൂട്ടിയത് എന്തെല്ലാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നത്തെ കോൺഗ്രസ് എത്തിപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ്. ഒരു ദാരുണമായ മരണത്തെ, ഒരു അപകടത്തെ എങ്ങനെ അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു. ഒരു അപകടത്തിൽ നിന്ന്, ഒരു മരണത്തിൽ നിന്ന് എങ്ങനെ 10 വോട്ടുണ്ടാക്കാൻ വേണ്ടി കഴിയും എന്ന നിലയിലേക്ക് ഇന്നലെ നടത്തിയിട്ടുള്ള അങ്ങേയറ്റം ആഭാസത്തരം. ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രദേശത്തെ ജനങ്ങളാകെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിലേക്കുള്ള വഴി തടയുന്നു. അതിൻ്റെ തുടർച്ചയിൽ നടക്കുന്ന കോലാഹലങ്ങൾ, ആ കോലാഹലങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഈ യു ടേണിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യത്തെ യു ടേൺ സംഭവിക്കുന്നത് ഇന്നലെ ആ കോലാഹലങ്ങൾക്കാകെ നേതൃത്വം കൊടുത്ത ഇവരുടെ ഒരു നേതാവുണ്ട്, ജ്യോതികുമാർ ചാമക്കാല. അദ്ദേഹം ആ കോലാഹലങ്ങൾക്ക് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റും അദ്ദേഹം പങ്കുവെച്ച ചിത്രവും ഈ നാടിനോട് വിളിച്ചു പറയുന്നുണ്ട് എന്താണ് കോൺഗ്രസിൻ്റെ ആത്മാർത്ഥത എന്നുള്ളത്. ഈ നാടാകെ കണ്ടതാണ്. നിമിഷങ്ങൾക്കകം അദ്ദേഹം യു ടേൺ അടിച്ചു, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പോസ്റ്റാകെ പിൻവലിച്ചുകൊണ്ട് ഓടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു, ആ യു ടേൺ നമ്മൾ കണ്ടു. ഇത്രമേൽ ആഭാസകരമാം വിധം ഈ പ്രവർത്തനമാകെ ചെയ്ത് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മരണത്തെ ഈ വിധം കൊണ്ടു നടന്നതിന് ശേഷം ഇന്നലെ എന്താണ് ഇവർ പറഞ്ഞത്? ഇന്നലെ ഇവരുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇന്നലെ ഈ പറഞ്ഞ അവിടെ ഉണ്ടാക്കിയ പ്രയാസങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഒരു സർക്കാർ സ്പോൺസേർഡ് മർഡറാണെന്നുള്ളതാണ്. എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ? ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു. ആ ക്രിമിനൽ പിടിക്കപ്പെട്ടു. നിങ്ങൾ ഈ ഘട്ടത്തിൽ എത്ര കഴുകിക്കളഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് ബന്ധമൊന്നും ഇല്ലാതാവില്ല കേട്ടോ. കോൺഗ്രസ്സുകാരനായ ആ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായ, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും പ്രചരണ പ്രവർത്തനങ്ങളിലും ഉൾപ്പെടെ സജീവമായി നിൽക്കുന്ന ആ ബൂത്തിലെ കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു ക്രിമിനൽ, ആ ക്രിമിനൽ നടത്തിയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ അപകടത്തെ ഒരു നിലയ്ക്കും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ് എന്നുള്ളതിനകത്ത് തർക്കമില്ല. നിലനിൽക്കുന്ന സംവിധാനങ്ങളാകെ ഇപ്പോൾ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ളതിനകത്തും തർക്കമില്ല കേട്ടോ. വളരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ KSUയുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ആ പ്രദേശത്ത്, ഈ പറഞ്ഞ പ്രസ്തുത പ്രദേശത്ത് ആ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് മാധ്യമങ്ങളോട് തന്നെ പറയുന്നുണ്ട്, തൊട്ട് തലേ ദിവസം വരെ ആ പ്രദേശത്ത് അങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നില്ല. ഈ നിലയ്ക്ക് കരണ്ട് വലിച്ച ഒരനുഭവം അല്ലെങ്കിൽ അത്തരം ഒരു അനുഭവം അവർക്ക് ഈ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇതിനു മുൻപോ ആ പ്രദേശത്ത്, പ്രസ്തുത പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപകടത്തെ പോലും ഇത്രമേൽ രൂക്ഷമാം വിധം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിലയിലുള്ള ഗതികേടിലേക്ക് ഇവരെത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ നേരത്തെ അവതാരകൻ തന്നെ സൂചിപ്പിച്ചു, ഇത് രാഷ്ട്രീയ മുതലെടുപ്പല്ല എങ്കിൽ ഇതിനു മുൻപ് ഇതേ മണ്ഡലത്തിനകത്ത് സമാനമാം വിധം മരണം സംഭവിച്ചിട്ടുണ്ട്. ഇനി വിവിധ ഘട്ടങ്ങളിൽ ഈ വിധത്തിലുള്ള അപകട മരണങ്ങൾ കരണ്ടേറ്റും മറ്റും നമ്മുടെ നാടിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല, ഒരു തർക്കമില്ല, ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 200-ന് മുകളിൽ മനുഷ്യർ വിവിധ നിലയ്ക്കുള്ള വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു അപകട മരണത്തെ ഇത് അപകട മരണമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഇതിൻ്റെ തുടർച്ചയിൽ പുറത്തേക്ക് വരികയും ചെയ്തു. അതിനെ അടക്കം ഈ വിധം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വളച്ചൊടിക്കുന്ന നിലയിലേക്ക് ഇവർ മുന്നോട്ട് പോകുന്നതിനെ ഈ നാട് തിരിച്ചറിയുന്നുണ്ട് എന്നത് അവർക്ക് കൂടെ ഒരു ഘട്ടം കഴിഞ്ഞ് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇന്ന് ഈ പറഞ്ഞ കോലാഹലങ്ങളൊന്നുമില്ല. ഇന്ന് ഈ പറഞ്ഞ കോലാഹലങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അങ്ങ് സൂചിപ്പിച്ചതുപോലെ വലിയ യു ടേൺ അടികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ കാണിച്ചത് അത്രയും ശുദ്ധ അസംബന്ധമാണെന്ന് അവരുടെ തന്നെ നേതാവ് ശ്രീ K മുരളീധരൻ ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇനി ഇതിനേക്കാളൊക്കെ വലിയ വിരോധാഭാസം കിട്ടും. ഇന്നലെ ഈ മരണം സംഭവിച്ച്, ഈ അപകടം സംഭവിച്ച് തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇവർ ചെയ്തതെന്താ? ആ വിദ്യാർത്ഥിയുടെ, ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയോരങ്ങൾ, ആ പ്രദേശത്താകെ ഇന്നലെ രാത്രിക്ക് മുൻപ് വരെ ഇവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ പ്രദേശത്താകെ ഇവരുടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളൊന്നും ഉണ്ടായിരുന്നില്ല.
ഇന്നലെ ഈ മരണം സംഭവിക്കുന്നു. അതിദാരുണമായ മരണത്തിൻ്റെ തൊട്ടടുത്ത ദിവസം അവിടേക്ക് മനുഷ്യരെത്തും, ആളുകൾ ആ വീട്ടിലേക്കും വീടിൻ്റെ പരിസരങ്ങളിലേക്കും എത്തിച്ചേരും എന്ന് കണ്ടുകൊണ്ട് എങ്ങനെ ഇത്ര നീചമായി ചിന്തിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്. ഈ മരണം സംഭവിച്ച് തൊട്ടടുത്ത മണിക്കൂറുകളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാകെ ഓടുന്നത് തൊട്ടപ്പുറത്തെ ബൂത്തുകളിലേക്കും തൊട്ടപ്പുറത്തെ പഞ്ചായത്തുകളിലേക്കും അവിടെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ, പ്രചരണ സാമഗ്രികൾ അതാകെ കളക്ട് ചെയ്ത് ഇന്നലെ രാത്രി നിന്ന് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ പരിസരങ്ങളിൽ ഈ ബോർഡ് നിരത്താൻ വേണ്ടി തയ്യാറായവർ. ഒരു ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെ കടന്നു കയറാം എന്നതിലേക്ക് ഇങ്ങനെ ഒരു ഈ അനന്തു എന്ന പാവം മോന്റെ ഒരു മരണത്തെ പോലും അവർ ആ ഘട്ടത്തിൽ പോലും അവർ ആലോചിച്ചു. അതുപോലെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അവിടെ നിന്ന് എത്ര വോട്ട് കിട്ടും, അതുവഴി കടന്നു പോകുന്നവർ അവരുടെ പോസ്റ്ററുകൾ കണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ എന്ന് അവർ ചിന്തിച്ചു. ഇതാണ് ആർഷോ ഇപ്പോൾ പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇതിനു മുൻപ് പല ഘട്ടത്തിൽ പല പ്രതിസന്ധികളുടെ സാഹചര്യത്തിലും കേരളത്തിലെ ജനതയാകെ ഇവരെ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് ആവർത്തിച്ച് വിളിച്ചതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ടല്ലോ. എങ്ങനെയാണ് പ്രതിസന്ധികളെ അടക്കം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇക്കൂട്ടർ ഉപയോഗപ്പെടുത്തുക എന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. സമാനമായ നിലയിൽ ഈ ഒരു മരണത്തെ, ഈ ഒരു അപകടത്തെ, ഈ ഒരു പ്രയാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഇവർ നടത്തിയ കോമാളിത്തരങ്ങൾ, അതിനാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചത്. സ്വാഭാവികമായും അതിനെയാകെ ഇന്നിപ്പോൾ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്ന ആളുകളുടെ, പ്രദേശവാസികളുടെ ഒക്കെ പ്രതികരണങ്ങൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ നമ്മൾ ഈ പൊതുജനമാകെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഏത് വിധത്തിലാണ് നാട് ഇവരുടെ ഈ നികൃഷ്ടമായ പ്രവർത്തനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സ്വാഭാവികമായും ഇന്ന് അവർ എത്തിച്ചേർന്നിട്ടുള്ള അവസ്ഥയുടെ പ്രതിഫലനാണിത്. എന്ത് വില കുറഞ്ഞ ഇടപാട് നടത്തിയും തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കാം എന്ന മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസും അതിൻ്റെ നേതൃത്വവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ബോധ്യപ്പെടുന്നത്. യെസ്, ഡോക്ടർ KP പ്രേംകുമാർ, ഒരുപക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് കൂടുതൽ വിശദമായി ഞാനൊരു പ്രതികരണം രാവിലെ വായിച്ചു തുടങ്ങിയത് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ്. ഞാനത് ഞാൻ താങ്കളെ വിളിക്കുകയും ചെയ്തു. അതിൽ എൻ്റെ ഏറ്റവും ഒടുവിൽ താങ്കൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വല്ലാത്ത തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ആർഷോ പങ്കുവച്ചതുപോലെയുള്ള ഒരു മനസ്ഥിതി എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്. അവിടെ ഏറ്റവും ഒടുവിൽ താങ്കൾ പറഞ്ഞു വെക്കുന്നത് നിലമ്പൂരിലെ പന്നികൾ ഇവരെക്കാൾ മനുഷ്യപ്പറ്റുള്ളവരാണ് എന്നാണ്. ഞാൻ സത്യത്തിൽ ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്നത് പോലെ പലരുമായിട്ടും സംസാരിച്ചു, രാഷ്ട്രീയമായി പല രീതിയിൽ ചിന്തിക്കുന്നവരോടൊക്കെ സംസാരിച്ചു. ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്ന ചില ആളുകൾ, ചില നേതാക്കളുടെ പേര് ഇവിടെ പറഞ്ഞല്ലോ, ആർഷോ തന്നെ ചൂണ്ടിക്കാട്ടിയല്ലോ, അവരുടെ പോസ്റ്റ് പിൻവലിച്ചത് നമ്മൾ കണ്ടല്ലോ. അവർ ഏത് രീതിയിലുള്ള ശരീരഭാഷയാണ് ഇന്നലെ ഉപയോഗിച്ചത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്ന് നമ്മൾ കണ്ടല്ലോ. അവരൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളതാണോ? ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടതാണെങ്കിലും അത് ശരിയല്ല എന്ന് പറഞ്ഞ പാർട്ടിക്കാരെ, കോൺഗ്രസ് പാർട്ടിക്കാരെ ഞാൻ ഇന്ന് കേട്ടു. അവരൊക്കെ പറഞ്ഞത് വെച്ചിട്ടാണ് ഇന്ന് താങ്കളിൽ നിന്ന് കടമെടുത്ത ആ തലക്കെട്ട് പോലും ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. പന്നി ശല്യത്തെക്കാൾ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് അതുതന്നെയാണ്. താങ്കളുടെ ഭാഷയിൽ പറഞ്ഞതും ആ പന്നി ശല്യത്തെക്കുറിച്ചാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. നിലമ്പൂരിലെ പന്നികൾ അങ്ങനെ ഉപദ്രവിക്കുന്നവരാണല്ലോ മനുഷ്യരെ. അതുകൊണ്ട് ആ പന്നി ശല്യത്തെക്കാൾ ദുരന്തങ്ങളായി മാറിയോ ഇവർ എന്നതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. താങ്കളുടെ തോളിൽ ചാരിക്കൊണ്ട് ഞാൻ ആ ചോദ്യം താങ്കളിലേക്ക് വിടുന്നു. ഞാൻ പറയേണ്ട ഉത്തരം താങ്കൾക്ക് എന്തുണ്ട് നിജേഷിനോട് ഇതിന് മറുപടിയായി പറയാൻ? എന്തുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നു? അതായത് ഇന്നലെ രാത്രി നിലമ്പൂരിൽ, അതായത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളുള്ള കേരളത്തിലുള്ള കോൺഗ്രസിന്റെയും UDFന്റെയും LDFന്റെയും സകല നേതാക്കന്മാരും ക്യാമ്പ് ചെയ്തിരിക്കുന്ന നിലമ്പൂർ അങ്ങാടിയിൽ ജ്യോതികുമാർ ചാമക്കാലയും അവിടുത്തെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും കുറച്ച് ഗ്യാങ് മെമ്പേഴ്സും കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ കണ്ടാൽ ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു, നിലമ്പൂരിലെ പന്നികൾ ഇവരെക്കാൾ മനുഷ്യപ്പറ്റുള്ളവരാണ്. കാരണം കൂട്ടത്തിലുള്ള ഒരു പന്നി അപകടത്തിൽ മരിച്ചു പോയാൽ, ചത്തുപോയാൽ, ആ സമയത്ത് അതിന്റെ ചോര ഊറ്റി കുടിച്ച് കാര്യമുണ്ടാക്കാൻ, നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം ഒരു പന്നിയും ഒരു മൃഗവും ചെയ്യില്ല. അതാണ് ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കോൺഗ്രസ്സുകാരെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ജ്യോതികുമാർ ചാമക്കാലയും ആര്യാടൻ ഷൗക്കത്തും മാത്രമല്ല ഇന്നലെ രാത്രി ആ സമയത്ത് അവിടെ ഉള്ളത്. വേറെയും ഇഷ്ടംപോലെ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു. അവരാരും ഇറങ്ങിയിട്ടില്ല. അവരെക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ടവരാണ്, മനുഷ്യപ്പറ്റുള്ളവരാണ് നിലമ്പൂരിലെ പന്നികൾ എന്ന് ഞാൻ ആവർത്തിക്കുന്നു.
രണ്ടാമത് ഞാൻ തന്നെ എഴുതിയ കാര്യം ഒരിക്കൽ കൂടി പറയാണ്, ഒരു ചോദ്യമാണ് കേരളത്തിന് ചോദിക്കാനുള്ളത്. ഏത് ശവന്തീനി കനകോലുവാണ് ഈ നാടകത്തിന് പിന്നിൽ എന്നുള്ളത്. കാരണം വി ഡി സതീശൻ വളരെ ഉത്തരവാദിത്തോടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നിലമ്പൂരിൽ നടക്കുന്നത് രാഷ്ട്രീയ പോരാട്ടമാണ് എന്നുള്ളത്. അതിനെ അഭിവാദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനടക്കമുള്ള ആളുകളെല്ലാം. നല്ല കാര്യം, ആര്യാടൻ ഷൗക്കത്ത് നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുന്നു, ഇപ്പുറത്തെ എം സ്വരാജ് വരുന്നു, നല്ലൊരു പൊളിറ്റിക്കൽ ഫൈറ്റിന് ആര് ജയിക്കട്ടെ ആര് തോൽക്കട്ടെ നന്നായി ഫൈറ്റ് ചെയ്യട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു ഡീസന്റ് ഫേസ് കീപ്പ് ചെയ്തിരുന്ന, ഇപ്പൊ ഈ ചർച്ചയിൽ എന്റെ സുഹൃത്ത് നിജേഷ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡീസൻസി ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ ഡീസൻസി കാര്യങ്ങൾ പറയുന്നതിൽ. ഇന്നലെ രാത്രി വരെ ഈ ഡീസൻസി, ഫേക്ക് ഡീസൻസി കീപ്പ് ചെയ്ത ആളായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. പക്ഷെ ഇന്നലെ അർദ്ധരാത്രിക്ക് ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേർഡ് മർഡർ ആണെന്ന് ചാനലിന് മുന്നിൽ വിളിച്ചു പറഞ്ഞതോടെ അദ്ദേഹത്തിന്റെ ആ പോളിഷ് പുട്ടിയിട്ട മുഖം മൂടി കൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഇനി വഴിക്കടവ് പഞ്ചായത്തിൽ ഇങ്ങനെ എന്താ പറയാ ഇലക്ട്രോക്യൂഷൻ മൂലം ഒരു കുട്ടി മരിച്ചു എന്നുള്ളതിന്റെ ഉത്തരവാദി ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്, ആ മെമ്പറാണ്, അവരെ തൂക്കിലേറ്റണം, അവരെ ശിക്ഷിക്കണം എന്നുള്ള വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം പൂർണ്ണമായ അർത്ഥത്തിൽ നിയമം നടപ്പിലാക്കുക എന്നുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. പക്ഷെ കോൺഗ്രസ്സുകാരിലെ ഇതിലുള്ള ഇരട്ടത്തപ്പ് എന്താണെന്നറിയോ? പഞ്ചായത്തിന്റെയും പഞ്ചായത്ത് മെമ്പറുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, അവരുടെ ഉത്തരവാദിത്വം ചെയ്യുന്നതിനുള്ള വീഴ്ചയെ സ്വാഭാവികമായി കാണുകയും KSEBയുടെ പക്ഷത്തുനിന്നുണ്ടാകുന്ന വീഴ്ച, KSEB സമയത്ത് ഇത് ഒറ്റ കാര്യമേ ഉള്ളൂ, വൈദ്യുതി മോഷ്ടിക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു വൈദ്യുത കമ്പിയിൽ നിന്ന് ഒരു വയറ് താഴേക്ക് ഇറക്കിയിട്ടാൽ അത് എങ്ങനെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അത്രയും വലിയ ഉത്തരവാദിത്തമാകുക? കാരണം അയാളുടെ കൃഷിയിടത്തിലാണ്, ഫോറസ്റ്റ് ഭൂമിയിലല്ല ചെയ്യുന്നത്. ഈ രണ്ട് ഫോൾട്ടും ഈ രണ്ട് മിസ്റ്റേക്സും വലിയ കൊലപാതകമായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നിടത്താണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് എന്നുള്ളത്, മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന ഇരട്ടത്താപ്പ് എന്നുള്ളത്. പിന്നെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് കേരളത്തെ അടക്കം ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം നീറുന്ന പ്രശ്നമാണ്. കേരളത്തിലെ 50-ലധികം പഞ്ചായത്തുകളിലെ മനുഷ്യന്മാരുടെ കൃഷിയും ജീവനും ഒക്കെ അതിഭീതിതമായി മാറ്റിക്കഴിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. അതിന് കുറെ റീസൺസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൽ ആര് മുഖ്യമന്ത്രി ആയിരുന്നാലും, അത് പിണറായി വിജയൻ ആയിരുന്നാലും, ഇനി നാളെ PV അൻവർ ആയിരുന്നാലും, VD സതീശൻ ആയിരുന്നാലും, സംസ്ഥാനത്തിന് ഇതിന് വലിയ പരിമിതികളുണ്ട്. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ പറയില്ല എന്നാണ്. 10-15 വർഷം മുമ്പത്തെ ഇന്ത്യയുടെ അവസ്ഥയിൽ വന്യജീവികളുടെ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി, മനുഷ്യരിൽ നിന്ന് വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി ആ കാലത്ത് പുരോഗമന സ്വഭാവം ഉണ്ടായി. രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമമാണ്. അത് തിരുത്താൻ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല, ഡയല്യൂട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രശ്നമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും ഇതേ പ്രശ്നമുണ്ട്, CPM ഭരിക്കുന്ന കേരളത്തിലുമുണ്ട്. അതിനെ കാണുകയേയില്ല. കേന്ദ്ര ഗവൺമെന്റ് നിയമം എന്നുള്ളത് കാണില്ല, പഞ്ചായത്തിന്റെ വീഴ്ച എന്നുള്ളത് കാണില്ല, മറിച്ച് KSEBയുടെ പ്രശ്നം എന്നുള്ളത് മാത്രം കാണുന്നു എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് നിലമ്പൂരിലെ ഇലക്ഷനിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഇവർ ഇങ്ങോട്ട് പോകുന്നു? തൊട്ടു മുമ്പത്തെ ഒരു വിവാദം എന്തായിരുന്നു ആലോചിച്ച് നോക്കുന്നുകൾ? പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം. പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്നായിരുന്നു പ്രശ്നം. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെയാണ് ആഘോഷിക്കുന്നത്. ഇത്തരം വയലന്റ് ആയിട്ടുള്ള, ഇത്തരം തേർഡ് റേറ്റ് ആയിട്ടുള്ള റെസ്പോൺസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ മുന്നണി അനിവാര്യമായ പരാജയം മണത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ പരാജയം മണക്കൽ ജനങ്ങളിൽ നിന്നുള്ള പരാജയം മാത്രമല്ല, ഇവരുടെ ഇടയിലുള്ള പ്രശ്നവും കൂടിയായിരുന്നു. കാരണം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ നിലപാടിന് നേരെ വിരുദ്ധമായി പോയപ്പം രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അതൊരു കുട്ടിയാണെന്നായിരുന്നു, അറിയില്ല എന്നായിരുന്നു. ഇനി ഇത് ഇന്നലത്തെ കേസിൽ ജ്യോതികുമാർ ചാമക്കാല മാത്രമായിരുന്നെങ്കിലും ഇവർക്ക് അങ്ങനെ പറഞ്ഞു നിൽക്കാമായിരുന്നു. പക്ഷെ ഈ തവണത്തിൽ UDFും കോൺഗ്രസും 100% ട്രാപ്ഡ് ആണ്. കാരണം അവരുടെ സ്ഥാനാർത്ഥി തന്നെയാണ് ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞത്. അതേ സ്ഥാനാർത്ഥിയാണ് ഇന്ന് പറയുന്നത് ഇതിനെ രാഷ്ട്രീയമായി കാണരുത്, ദുരന്തമായി കാണണമെന്നുള്ളത്. പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ കോൺഗ്രസ്സുകാരനാണെന്ന് CPMന്റെ ആളുകൾ പറഞ്ഞതല്ല, കൈരളി ചാനൽ റിപ്പോർട്ട് ചെയ്തതല്ല, ആ വീട്ടിനടുത്തുള്ള ആളുകൾ പറയുന്നതാണ്. നിജേഷിന്റെ ചോദ്യം ലോജിക്കലി ശരിയായിരിക്കും, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് തെളിയിച്ചു തരുമെന്ന്. കേരളത്തിലുള്ള എത്ര കോൺഗ്രസ്സുകാരാണെന്ന് വേറെ ആൾക്കാർക്ക് തെളിയിക്കാൻ പറ്റുമെന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്.
കോൺഗ്രസ് അനുഭാവികൾ. അത് CPM കേസിലും അത് തന്നെയാണല്ലോ. പാർട്ടി മെമ്പർമാരെ മാത്രമേ നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് തെളിയിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത ആളുകളെ തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെയുള്ള ആളുകൾ ഒന്നായി കൃത്യമായി പറയുന്നുണ്ട്, ഇദ്ദേഹം കോൺഗ്രസ് അനുഭാവിയാണ്, ആ വാർഡ് മെമ്പറുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ആ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ UDF സ്ഥാനാർത്ഥിയുടെ അടുത്ത സുഹൃത്താണെന്നുള്ളത്. അത്തരത്തിൽ കുറ്റവാളികളായി കാണുകയാണെങ്കിൽ ഇത് മുഴുവൻ പോയിന്റ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ ക്യാമ്പിലേക്കാണ്. പിന്നെ അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു, ഉത്തരവാദപ്പെട്ട ആളുകൾ, സാധാരണ മനുഷ്യന്മാർ പോലും എന്താണ് ചെയ്യുക? അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ആ സ്പോട്ടിൽ പ്രതിഷേധം ഉണ്ടാവുന്നു. നിജേഷ് പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ബാലുശ്ശേരി മുക്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു, അവിടുത്തുകാരനായ നിജേഷ് സ്വാഭാവികമായിട്ട് അവിടെ ഇറങ്ങി പ്രതിഷേധിക്കും. ഇത് അങ്ങനെയല്ലല്ലോ. വഴിക്കടവിൽ അങ്ങ് ഉള്ളിൽ ഒരു കുട്ടി മരിച്ചു എന്ന് പറയുമ്പം പ്രതിഷേധം മുഴുവൻ നടക്കുന്നത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഈ മരണത്തെ ഒരു കൊച്ചു കുഞ്ഞിന്റെ മരണം എന്നുള്ളതിനെ എങ്ങനെ നട്ടപ്പാതിരിക്ക് തന്നെ ചാനലുകളുടെ ഒക്കെ സഹായത്തോടെ വോട്ടാക്കി മാറ്റാമെന്നുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ആ ശ്രമം നിലമ്പൂരിലെ ജനങ്ങളോ കേരളത്തിലെ ജനങ്ങളോ അംഗീകരിക്കുന്നതല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. നിങ്ങൾ അതിൽ കംപ്ലീറ്റ് പുറകോട്ട് പോയിരിക്കുന്നു. ഇനി ആ തെറ്റ് സമ്മതിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മര്യാദ. നിങ്ങളുടെ നേതാവ് VD സതീശൻ പറയുന്നത് പോലെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടത്, പരാജയപ്പെടാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇത്തരം കളികൾ കളിച്ച് ആവരുത്. നിജേഷ് അരവിന്ദ്, ഇത് ഒരുപക്ഷെ ഇപ്പോൾ ഡോക്ടർ KP പ്രേംകുമാർ പറഞ്ഞതുപോലെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുമ്പിലായിരിക്കാം നിലമ്പൂരിൽ ആദ്യം പ്രതിഷേധം തുടങ്ങിയത്. പക്ഷെ അതിനു മുൻപ് നിലമ്പൂരിന് പുറത്ത് തന്നെ പ്രകടനങ്ങൾ നടന്നു എന്നുള്ള വാർത്തകളാണല്ലോ നമ്മൾ കണ്ടത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതാ ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് ഇതൊക്കെ മറച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ്. ഒന്ന്, ഈ പറഞ്ഞ ഇപ്പോൾ സ്ഥാനാർത്ഥിക്കുള്ള നെഗറ്റീവ്സ് മറച്ചു പിടിക്കണം. ഈ നേരത്തെ കൈക്കൂലി വാങ്ങുന്നതാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളുള്ള ആ വിവാദങ്ങൾ മറച്ചു പിടിക്കണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന അവിടുത്തെ പ്രശ്നങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് ഈ വനനിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ആ മണ്ഡലത്തിൽ നിർവഹിക്കാത്ത പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ മാംസക്കച്ചവടത്തിൽ പോലും ഈ വിനേഷ് എന്ന് പറയുന്ന ആൾക്ക് ആ വാർഡിൽ അയാൾ നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് അവിടുത്തെ വാർഡ് മെമ്പർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. അയാളൊരു കോൺഗ്രസ്സുകാരൻ അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അയാളെ പിടിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിച്ചില്ല എന്നുള്ളത്? ആ കുട്ടി അപകടത്തിലേക്ക് എത്തിക്കുന്ന പണി ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് നിരന്തരം അറിയാവുന്ന ആളാണെങ്കിൽ അത് ചെയ്യണ്ടേ? ആ വാർഡ് മെമ്പർ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? ഇതിനൊക്കെ ഉപരിയായി ഈ വനനിയമത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ഈ നിയമം ഉണ്ടാക്കിയ കേന്ദ്ര സർക്കാർ അന്ന് ഏതായിരുന്നു എന്ന് കൂടിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മറച്ചു പിടിക്കേണ്ടതുണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർ KP പ്രേംകുമാറും ആർഷോയൊക്കെ പറഞ്ഞത്. ആദ്യത്തെ മറുപടി, ശ്രീ പ്രേംകുമാർ പറഞ്ഞ ഒരാൾ കോൺഗ്രസ്സുകാരനാണോ എന്ന് എങ്ങനെ തെളിയിക്കും എന്നാണ്. ഇന്ന് ഒരാൾ പാർട്ടിക്കാരനാണോ എന്ന് തെളിയിക്കാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. കൂത്തുപറമ്പിൽ 2 ചെറുപ്പക്കാർ കഴിഞ്ഞ വടകര നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ബോംബുണ്ടാക്കുമ്പോൾ മരണപ്പെട്ട ഉടനെ അവര് DYFIയുടെ ഭാരവാഹികളായിരുന്നു. ഒറ്റയടിക്കാണ് നേരത്തെ പ്രസംഗിച്ച CPMന്റെ പ്രതികൾ ഒറ്റയടിക്ക് പറഞ്ഞു, ഞങ്ങളെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ ചെറുപ്പക്കാർക്ക് എന്നാണ്. തൊട്ട് കുറച്ചു കാലം മുമ്പ് അങ്ങനെ തന്നെ 2 ചെറുപ്പക്കാർ മരിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. പക്ഷെ അവർക്ക് പിന്നീട് 6 മാസം കഴിഞ്ഞപ്പോൾ അവിടെ പാർട്ടി സ്മാരകമുണ്ടാക്കി പിരിവും തുടങ്ങിയിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ CPMന് ഇത് ആളെ ഇല്ലാതാക്കലും ഉണ്ടാക്കലും വളരെ എളുപ്പം കഴിയും. ഇവിടെ തീർത്തു പറയാം, കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമുള്ള ആളല്ല പിടിച്ചത്. നിങ്ങൾക്ക് തെളിയിക്കാം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കാം. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്താൽ എന്റെ 2015 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കണക്കുകളും, എനിക്ക് രാഷ്ട്രീയ മാറ്റമുണ്ടോ എന്ന് പോലും എന്റെ ഫേസ്ബുക്ക് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് CPM ആയിരുന്നോ, പണ്ട് കോൺഗ്രസ് ആയിരുന്നോ, പിന്നീട് CPM ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അത് വിജയരാഘവനാണ് ഇന്ന് മെമ്പർഷിപ്പ് കൊടുത്തത് ആ പ്രതിക്ക് കോൺഗ്രസ്. അതുകൊണ്ട് വിജയരാഘവനോ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ആ പഞ്ചായത്ത് മെമ്പർ, കോൺഗ്രസ്സുകാരനായ പഞ്ചായത്ത് മെമ്പർക്ക് ഒരു പരാതി പോലും ഇല്ലാത്ത വിധം ഇക്കാലം അത്രയും ഈ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായി അവിടെ തുടർന്നത് എങ്ങനെയാണ്? അവിടെ നേരത്തെ പറഞ്ഞല്ലോ, KSCBക്ക് പരാതി കൊടുത്തിരുന്നു എന്ന് നേരത്തെ തന്നെ ചാനലുകളിൽ ആ കുട്ടിയുടെ, മരണപ്പെട്ട കുട്ടിയുടെ, പരിക്കേറ്റ കുട്ടിയുടെ അമ്മ, അവരുടെ ബന്ധുക്കളാണ് വന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞപ്പോ ഇപ്പോ CPMന്റെ പ്രതി ന്യായീകരിച്ചത് കണ്ടോ? ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ട് അവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. എന്തിനാണ് ഈ CPMന്റെ പ്രതി, യുവജന നേതാവ് ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കുന്നത്? ഇനി നേരത്തെ ശ്രീ പ്രേംകുമാർ പറഞ്ഞൊരു ഉദാഹരണം അതെന്നെ വല്ലാതെ സ്പർശിച്ചു. പന്നികൾ, ഒരു കൂട്ടത്തിലൊരു പന്നിക്ക്
അപകടം വന്നാൽ മറ്റു പന്നികൾ അങ്ങോട്ട് നോക്കാതെ അങ്ങ് മാറിപ്പോവും. അതിനേക്കാൾ മോശമാണ്. ശരിയാണ് ശ്രീ പ്രേംകുമാർ, പന്നികളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മനുഷ്യൻ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രതികരിക്കുന്ന സഹജീവികളാണ് മനുഷ്യർ. മറ്റു പല ജീവജാലങ്ങൾക്കുമുണ്ട്. മനുഷ്യൻ കുറച്ചുകൂടി തലച്ചോറുള്ളത് കൊണ്ട് അതാണ്. പന്നികളെ നമ്മൾ പന്നി എന്ന് വിളിക്കാനുള്ള കാരണം കൊണ്ട് തന്നെ അവർക്ക് ഭൗതികമായി പക്ഷെ അത് ആ കുട്ടിക്ക് അപകടം പറ്റിയ സ്ഥലത്തുള്ളവരാണ് അത് ചെയ്തതെങ്കിൽ, ആ കുട്ടിക്ക് അപകടം പറ്റിയ സ്ഥലത്തുള്ളവരാണ് അത് ചെയ്തതെങ്കിൽ, സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴുണ്ടായ സ്വാഭാവിക പ്രതിഷേധമാണെങ്കിൽ ഓക്കെ. ഇതല്ല സംഭവിച്ചത്. ഇന്നത്തെ ലൈവ് ചർച്ച ദീർഘകാലം കൈരളിയുടെ ആർക്കൈവ്സിനകത്ത് കാണും. അവിടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഉണ്ടാവും. ഒരു പന്നി, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പന്നിക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ മറ്റു പന്നികൾ ഇതുപോലെ പ്രശ്നം ഉണ്ടാകാതെ തിരിച്ചു പോകും. കോൺഗ്രസ്സുകാരൻ ഈ കുട്ടിക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ റോട്ടിൽ ഇറങ്ങി. അതാണ് വലിയ അപരാധം. ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചതല്ല, പന്നിയേക്കാൾ മോശമാണ്. പലവട്ടം ആവർത്തിച്ചു, പന്നിയേക്കാൾ മോശമാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ നിങ്ങളുടെ കൈരളി ചാനലിലൂടെ ഒരു കുട്ടിയുടെ മരണത്തിനെ ലഘൂകരിക്കാം. KSEBയെ നിങ്ങൾക്ക് ന്യായീകരിക്കാം. വനം വകുപ്പിനെ വെള്ളപൂശാം. പഞ്ചായത്താണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയാം. പഞ്ചായത്തിലേക്ക് നാളെ നിങ്ങൾ മാർച്ചും നടത്തുന്നുണ്ട്. നിങ്ങളിപ്പോ പറഞ്ഞതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. മാർച്ചും നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞു വനം നിയമങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഞാൻ വളരെ കൃത്യമായി 4 ഷൂട്ടർമാരാണുള്ളത്. 3 പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. 113 പന്നികളെ കൊന്നു. അവരുടെ ഓൺ ഫണ്ടിൽ നിന്നാണ് കൊന്നത്. 6/3/2025 പ്രകാരം കേരളത്തിൽ ഒരു പഞ്ചായത്തിലും 4000 രൂപ കൊടുത്തിട്ടില്ല, 3500 രൂപ കൊടുത്തിട്ടില്ല എന്നും ഞാൻ പറയുന്നു. അപ്പൊ പഞ്ചായത്തിന്റേതാണ്. കാര്യം ശരിയാണെങ്കിൽ അവിടെ പന്നികളെ പിടിക്കാനായി ഇങ്ങനെ വൈദ്യുതി ലൈനൊക്കെ കെട്ടിയ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരിന്റെ കൂടി വീഴ്ചയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാണ്? അത്തരം കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടും അത് പന്നികളെ പിടിക്കാൻ തന്നെയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അത് വെടിവെക്കാനുള്ള ഉത്തരവ് നിങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഈ ലൈൻ കമ്പിയിൽ ഇങ്ങനെ ലൈനിട്ട് താഴോട്ട് പന്നികളെ കാത്തിരിക്കുന്ന ഒരു സംഭവം അവിടെ നിങ്ങൾ ന്യായീകരിക്കുന്നത് എന്തിനാണ്? അല്ല, അവിടെ നമുക്ക് ആ ഡോക്ടറേറ്റിന്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ, നാട്ടിൻ പുറത്ത് ഇയാൾ പന്നിശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കെണിവെച്ചതല്ല സുഹൃത്തെ. ഇദ്ദേഹം ഈ എന്നാണല്ലോ നിങ്ങൾ ന്യായീകരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. താങ്കളുടെ ആമുഖ പ്രഭാഷണ ദീർഘനേരത്തെയുള്ള ആമുഖ പ്രഭാഷണത്തിലാണ് പറഞ്ഞത് പഞ്ചായത്ത് അവർക്ക് കിട്ടിയ നിയമപ്രകാരം പന്നികളെ പിടിക്കുന്നില്ല, അതുകൊണ്ട് ഇയാൾ കയറി പിടിക്കുന്നു എന്നാണല്ലോ നിങ്ങൾ സൂചിപ്പിച്ചത്. അത് ഇത് ഞാൻ സൂചിപ്പിച്ചതല്ല. അവിടെ വന്ന നിങ്ങളുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതാണ്. ഇത്തരത്തിൽ ആളുകൾ VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞതാണ്. ഒരു കോൺഗ്രസ്സുകാരൻ അവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണം ഇത്തരം വന്യമൃഗങ്ങളുമായി ബന്ധമുള്ള ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യും. പന്നികളെ പിടിക്കാൻ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തും. അതിന്റെ പേരിൽ ദുരുപയോഗം ചെയ്യുന്നവരും ഉണ്ടാകും എന്ന് നിങ്ങളാണ് പറഞ്ഞത്. ശശീന്ദ്രൻ പറഞ്ഞതിന്റെ ബാക്കിയാണോ താങ്കൾ പറയുന്നത്? ഗൂഢാലോചനയാണോ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്? ശശീന്ദ്രന്റെ ഗൂഢാലോചന തിരി നിങ്ങൾക്ക് പ്രശ്നമില്ല. വിജയരാഘവന്റെ പ്രസംഗവും പ്രഭാഷണവും നിങ്ങൾക്ക് പ്രശ്നമല്ല. ശ്രീ പ്രേംകുമാർ പന്നികളെയും മനുഷ്യരെയും തമ്മിൽ ഉപമിച്ചത് നിങ്ങൾക്ക് പ്രശ്നമല്ല. അതേ നേരത്തെ CPM-ന്റെ പ്രതിനിധി യുവജന നേതാവ് ഇത് KSEB ഇന്നലെ വരെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞത് പ്രശ്നമല്ല. മരണപ്പെട്ടപ്പോൾ ജനങ്ങൾ പ്രതിഷേധവുമായി റോട്ടിലേക്ക് വന്നു. ആ കുട്ടിയുടെ ഭൗതിക ശരീരം കൊണ്ടുവന്നത് നിലമ്പൂരിലെ ആശുപത്രിയിലേക്കാണ്. നിലമ്പൂർ വഴിക്കടവും നിലമ്പൂരും തമ്മിൽ 10-15 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. സ്വാഭാവിക പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധമാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് വേദനിക്കുന്നത്. സാധാരണയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്റർനാഷണൽ ഇഷ്യൂ, ഞാൻ ഇന്ന് ആരോടോ പറഞ്ഞു, ഇന്റർനാഷണൽ ഇഷ്യൂ വരുമ്പോ ഏറ്റവും ആദ്യം പ്രതികരിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതികരണം വരുന്നില്ല. ഒരു യുവജന വിദ്യാർത്ഥി സംഘടനകൾ മറ്റൊന്നും നോക്കാതെ തെരുവിലേക്ക് ചാടിയിറങ്ങിയ ഒരു വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉണ്ടായിരുന്നു. 9 വർഷക്കാലം കൊണ്ട് സർക്കാർ വിലാസം സംഘടനയായി പോയപ്പോ നേരത്തെ പ്രസംഗിച്ച ആളുടെ ആവേശമൊക്കെ എവിടെ പോയി? ഒരു 15 വയസ്സുകാരൻ വിദ്യാർത്ഥി മരണപ്പെടുന്ന സമയത്ത് അത് KSEB-കാരന് കുറ്റമുണ്ടാവുകയില്ല, അത് KSEB-ക്കാണ് എന്ന് പറയാൻ ധൈര്യം എന്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു? ശശീന്ദ്രൻ ഇത് പറഞ്ഞത് തെറ്റാണ്. ഗൂഢാലോചന കൊണ്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്ന്
താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഞാൻ വിശദീകരിക്കുന്നതിന് താങ്കൾ ഒരുപാട് പരിഹസിക്കുന്നുണ്ടായിരുന്നല്ലോ. അതാ ഇപ്പോൾ താങ്കൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള 2 കാര്യമേ ഉള്ളൂ. ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉത്തരമില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ള നിരുത്തരവാദിത്വം മറച്ചു പിടിക്കാനാണോ? അതായത് ഈ കാര്യത്തിൽ ഇടപെടാത്ത പഞ്ചായത്ത് എന്ന് പറഞ്ഞത് പഞ്ചായത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു അവിടെ? പറയൂ, ലാൽ പറയൂ. പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം എനിക്ക് സ്പെസിഫിക് ആയി പറയും. നിങ്ങൾ ഇതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളല്ലേ? പഞ്ചായത്ത് ഡോക്ടറേറ്റ് എടുത്തുന്നില്ല, രാഷ്ട്രീയത്തിലെ ഡോക്ടറേറ്റാണ് ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് കേൾക്കൂ. അതെ, പഞ്ചായത്ത് ഭരണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഞാനൊരു ഞാൻ ഡോക്ടറേറ്റ് എടുത്തു എന്ന് പറഞ്ഞത് താങ്കൾ പഞ്ചായത്തിന്റെ അധികാരം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ്. പഞ്ചായത്തിന്റെ അധികാരം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ്. ഒരു വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ്. ഒരു വാർഡ് മെമ്പർക്ക് ഒരു വാർഡിൽ എന്താണ് ജോലി? താങ്കൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല? ഇല്ല, താങ്കൾ പറയൂ. വാർഡ് മെമ്പർക്ക് ആ ഗ്രാമസഭയുടെ വൈസ് ചെയർമാനാണ്, ചെയർമാൻ പ്രസിഡന്റാണ്. 2, ആ ഗ്രാമത്തിനകത്തുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ആ ഗ്രാമത്തിനകത്തുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ആ ഗ്രാമത്തിനകത്തുള്ള ആളുകളുടെ കാര്യങ്ങൾക്ക്, അവരുടെ ആവശ്യങ്ങൾക്ക്, പഞ്ചായത്തിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ പറഞ്ഞതുപോലെ നിലമ്പൂരിലെ വഴിക്കടവിലെ ഈ പർട്ടിക്കുലർ വാർഡിൽപ്പെട്ട ഒരു മെമ്പർക്ക്, ദയവായി കേൾക്കൂ, ഈ വഴിക്കടവിലെ ഈ വാർഡിൽപ്പെട്ട ആൾക്ക്, അവിടുത്തെ ആ മെമ്പർക്ക് അവിടുത്തെ വിനേഷിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, അയാളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഇടപെടാൻ ഒന്നുമില്ലായിരുന്നു. അവിടുത്തെ ആ വാർഡിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് പഞ്ചായത്തിനെ കൊണ്ട് പരിഹരിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രമേയമെങ്കിലും പാസ്സാക്കിക്കാനുള്ള ഒരു കാര്യവും താങ്കൾ ഇതിൽ കണ്ടില്ല. KSEB അവിടെ ഇടപെടുന്നില്ലെങ്കിൽ, വനം വകുപ്പ് അവിടെ ഇടപെടുന്നില്ലെങ്കിൽ, ഇതിലൊന്നിലും ഇടപെടാതെ കണ്ണടച്ച് മാറി നിൽക്കുന്ന ഒരു മെമ്പറാണ് അവിടുത്തെ വൈസ് പ്രസിഡന്റ്, ആ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്. അപ്പൊ നിങ്ങളുടെ ന്യായീകരണം എവിടെ എത്തി എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഈ പ്രതിയായ ആൾക്ക് പട്ടിണി കിടക്കുമ്പോൾ, പാവങ്ങൾ പറയുന്നത് പോലെ, നോവൽ പറയുന്നത് പട്ടിണി കിടന്നത് കൊണ്ടാണ് ഇയാൾ ഈ കെണി വെച്ചത്. അത് പട്ടിണി മാറ്റാൻ വേണ്ടി പഞ്ചായത്ത് മെമ്പർ ഇടപെടേണ്ടിയിരുന്നു എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളുടെ ഉപജീവനമാണല്ലോ നിങ്ങൾ പറയുന്നത് പോലെ. ഞാൻ ആസ്വദിക്കുകയാണ് നിങ്ങളുടെ ചർച്ച. നിങ്ങൾ ആ ചർച്ചയിൽ ഈ പ്രതിയെ ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ടാണ് ഇയാൾ ഇതിലേക്ക് എത്തിപ്പോയത്. ശരി, നല്ല വ്യാഖ്യാനം. എന്തായാലും ഇതാണ് നിങ്ങൾ രാഷ്ട്രീയമായി നിലമ്പൂരിനെ കാണുന്നു എന്ന് പറഞ്ഞപ്പോ ഇത്രയും നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ദയവായി ഒരു മിനിറ്റ്. PMR ഷോ ഞാനല്ലല്ലോ പറഞ്ഞത്. മനസ്സിലായി പറഞ്ഞത് ദാരിദ്ര്യം. നിങ്ങൾ അതിനെ നിങ്ങളിപ്പോ പറയും, ഇതുവരെ ശ്രീ പ്രേംകുമാറും CPM പ്രതിയും പറഞ്ഞ സമയത്ത് താങ്കൾ ഇടപെട്ടില്ലല്ലോ. എന്നോട് നിരന്തരമായി ചോദ്യം ചോദിക്കും. താങ്കൾ ഒന്നിനോടും ടച്ച് ചെയ്യാതെ വേറെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇടപെട്ടത്. ഞാൻ ദയവായി അടുത്ത ആളിലേക്ക് ഒന്ന് പോവുകയാണ്. താങ്കൾക്ക് ഒരുപാട് സമയം ഞാൻ തന്നു. PMR ഷോ ഇപ്പൊ നോക്കൂ, നിജേഷ് അരവിന്ദ് പറയുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും താങ്കൾ ഉന്നയിച്ച വിഷയത്തിനുള്ള മറുപടിയുണ്ടോ? പ്രേംകുമാർ പറഞ്ഞതിനുള്ള മറുപടിയുണ്ടോ? ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടോ? താങ്കൾക്ക് ഈ നിലമ്പൂരിലെ അനന്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾക്കുള്ള എന്തെങ്കിലും മറുപടി ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടോ? അല്ല, എനിക്ക് മറുപടി ഉണ്ടോ താങ്കൾ പറഞ്ഞാൽ മതി. താങ്കൾ എന്നെ ഇവാലുവേറ്റ് ചെയ്താൽ മതി. എനിക്ക് ഇന്ന ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. ഓക്കെ, മറുപടി ഇല്ല എന്ന് മാത്രമല്ല, അല്ലത് എൻ്റെ അവസരമല്ലേ, പറഞ്ഞോളൂ. മാത്രമല്ല, അദ്ദേഹം ഈ നാടിനകത്തുള്ള യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ സമരവീര്യത്തിന് മാർക്കിടുന്ന നിലയും കണ്ടു. അങ്ങ് അതിനൊന്നും മെനക്കെടേണ്ടതില്ല. ഇന്നലെ നിങ്ങൾ പറയുന്ന വലിയ പ്രതിഷേധമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതിനെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ട് തന്നെ കണ്ടുപോകാൻ നമുക്കതിന്. കാരണം ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വളരെ സ്പോണ്ടേനിയസായി പല വിഷയങ്ങൾക്ക് കത്തും വളരെ സ്പോണ്ടേനിയസായി വൈകാരികമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉയർന്നു വരും. അതിനകത്തൊന്നും തർക്കമില്ല. എന്നാൽ ഇന്നലെ ഇവർ ഉയർത്തിക്കൊണ്ടുവന്ന ഇവർ പ്രതിഷേധം എന്ന് പേരിട്ട് വിളിക്കുന്ന ഇന്നലത്തെ കോലാഹലങ്ങൾക്കകത്ത് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നാട് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു നിലയ്ക്കും അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന അമർഷത്തിൻ്റെ പുറത്തോ സ്വാഭാവികമായി രൂപപ്പെട്ടു വരുന്ന അമർഷത്തിൻ്റെ പുറത്ത് ഉണ്ടായ ഒരു പ്രതിഷേധമായിരുന്നില്ല എന്ന് അതിൻ്റെ തുടർച്ചയിൽ
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജ്യോതികുമാർ ഉൾപ്പെടെ പങ്കുവച്ച ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിനകത്ത് ആ വിദ്യാർത്ഥിയുടെ മരണം സൃഷ്ടിച്ച അമർഷം അല്ലെങ്കിൽ അതിൽ നിന്ന് രൂപപ്പെട്ടു വന്നൊരു പ്രതിഷേധമേ ആയിരുന്നില്ല അത് കേവലം വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നലത്തെ ഇവരുടെ ആർഗ്യുമെൻ്റ് എന്തായിരുന്നു? ഇന്നലെ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ ഇവരുടെ ആർഗ്യുമെൻ്റ് അത്രയും ഈ പറഞ്ഞ പോലെ വന്യമൃഗങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, വന്യമൃഗങ്ങളെ തുരത്തുന്നതിന് വേണ്ടി വേറെ മാർഗ്ഗമില്ലാതെ മനുഷ്യർ കരണ്ടിടുന്നു, ഇതായിരുന്നല്ലോ ഇവരുടെ ആർഗ്യുമെൻറ്റ്. ഇന്ന് ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പന്നിയെ പിടിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന ഘട്ടമെത്തിയപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴാണല്ലോ ഇവർ KSEB ഇവർക്ക് ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ശത്രുവായി മാറുന്നത്. ഇന്നലെ രാത്രി KSEBയെ കണ്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് ഇവർ ഈ കോലാഹലങ്ങൾ അത്രയും ഉണ്ടാക്കിയത് എന്നത് ഈ നാടിനകത്ത് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടതാണ്. ഇനി അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ജ്യോതികുമാരുടെ ഈ പോസ്റ്റ് ഹൈഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് പിൻവലിച്ച് പുറകോട്ട് പോകേണ്ടുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ നിലയിലേക്ക് ഒരാത്മാർത്ഥതയും ഇല്ലാതെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ച് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഹസനാണിത് എന്നതിൽ ഒരു തർക്കവുമില്ല. ഇനി അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ VD സതീശൻ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ മത്സരമാക്കി ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫൈറ്റാക്കി തെരഞ്ഞെടുപ്പ് മാറുന്ന നിലയുണ്ടാകും എന്നുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ ഏകദേശം 2 ഘട്ടം പൂർത്തീകരിച്ച് കഴിയുന്നൊരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു 2 ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനത്തിനിടയിൽ എവിടെയെങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ചർച്ച ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതിനെ സംബന്ധിച്ച് ഇവർ ആഗ്രഹിക്കുന്നുണ്ടോ? അതിൽ നിന്നും എങ്ങനെയെല്ലാം ദിശ മാറ്റി കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചല്ല ഈ തെരഞ്ഞെടുപ്പ് ഭൂമികയിൽ ആകെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇവർ അതിനായി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ നാടിനകത്ത് കഴിഞ്ഞ കാലയളവിൽ നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉൾപ്പെടെ ഏതൊരു വിഷയവും ചർച്ചയാകരുത് എന്ന അതിയായ ആഗ്രഹം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം ഏറെക്കുറെ നുണഞ്ഞു തുടങ്ങിയ ഈ കൂട്ടർ ഈ വിധത്തിൽ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ഈ വിധത്തിൽ മനുഷ്യർക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും കള്ളപ്രചരണം അഴിച്ചുവിടുന്നതിന് വേണ്ടിയും ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതിൻ്റെ പുറത്ത് തന്നെയാണല്ലോ ഇന്നലെ ഇതൊരു ഗവൺമെൻറ് സ്പോൺസേഡ് കൊലപാതകമാണ് എന്നായിരുന്നല്ലോ ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നെത്തുമ്പോഴേക്കും ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളും പുറത്തേക്ക് വരുന്നൊരു ഘട്ടത്തിൽ നിങ്ങളെന്തേ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാത്തത്? സ്ഥാനാർത്ഥി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഉൾപ്പെടെ ആ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവരെന്തപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് രാഷ്ട്രീയം പാടില്ല, ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരേണ്ടുന്ന കാര്യമല്ല എന്നവർ ആവർത്തിച്ച് ഈ പറഞ്ഞ പോലെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോയ ഘട്ടത്തിൽ അവർ തിരിയാൻ വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ കാണുകയാണ്. അവിടെ അവസാനിക്കുന്നുണ്ടോ? നേരത്തെ അദ്ദേഹം മറുപടി പറയാത്ത ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാക്ഷേപം ഈ ദിവസങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് ഇന്നലെ രാത്രി ഇവർ ഒറ്റ രാത്രിയുടെ മറവിൽ കൊണ്ടുപോയി ആ വഴിനീളം സ്ഥാപിച്ച ബോർഡുകളാണ്. ഇന്നലെ ഒറ്റ രാത്രിയുടെ മറവിൽ ഈ മരണവിവരം അറിഞ്ഞതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇവർ കൊണ്ടുപോയി സ്ഥാപിച്ച പോസ്റ്ററുകളും നോട്ടീസുകളുമാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രതിവാദിച്ച് പോകുന്നതിന് വേണ്ടി തയ്യാറായോ? ഇനി ഈ നിലയ്ക്ക് ഇപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന്. കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഈ ഘട്ടത്തിൽ ആവർത്തിച്ച് പറയുന്നത് ആ പ്രദേശത്തെ മനുഷ്യരാണെന്നേ. ഇദ്ദേഹത്തിൻ്റെ അയൽവാസികളായ ഇദ്ദേഹത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള മനുഷ്യർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യവുമായി ബന്ധപ്പെട്ട് അങ്ങ് സൂചിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നലെ ആ കുട്ടികൾ ഇറങ്ങിയ പ്രദേശത്ത്, ഇന്നലെ ആ തോട്ടിൽ ആ കുട്ടികൾ ഇറങ്ങിയ പ്രദേശത്ത് ആ ഭാഗത്ത് അവർ സ്ഥിരം ഇറങ്ങാറുള്ളതാണെന്നും ഇതിനു മുൻപ് ആ നിലയിൽ അവിടെ കറണ്ട് വിടുന്നൊരു പ്രദേശമായിട്ട് അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത ആളുകളാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ആത്മാർത്ഥതയില്ലായ്മയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അജണ്ട മാത്രമാണ് എന്നുള്ളതും ആവർത്തിച്ച് വെളിപ്പെടുത്തുന്നതാണല്ലോ ഈ പറഞ്ഞ പോലെ ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഏതാനും നാളുകൾക്ക് മുൻപ് ഇതേ നിലമ്പൂർ നിയോജക മണ്ഡലത്തിനകത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ സമാനമായ നിലയിൽ മരണപ്പെട്ടത്. എന്തേ ആ ഘട്ടത്തിൽ പ്രതിഷേധം ഉയർത്തിയില്ല? നേരത്തെ അവതാരകൻ ചോദിച്ച ഘട്ടത്തിൽ അങ്ങ് പറഞ്ഞു കോതമംഗലത്ത് ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്, ബാലുശ്ശേരിയിൽ ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്ന നിലയുണ്ടായത്. എന്തുകൊണ്ട് ഈ പ്രദേശത്ത് സമാനമായ നിലയിൽ വൈദ്യുതിയിൽ നിന്നും അപകടം സംഭവിച്ച ഒരു കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ മരണപ്പെട്ട ഘട്ടത്തിൽ ആത്മാർത്ഥമായിട്ട് എന്തേ നിങ്ങൾ ആ ഘട്ടത്തിൽ KSEBക്കെതിരെ പ്രതിഷേധം കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായിട്ടില്ല? നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടത് അപകടമാണെന്നുള്ളത് സംബന്ധിച്ച്, അത് ആക്സിഡന്റ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. ആ നിലയിൽ നടന്ന ഒരു ആക്സിഡന്റിനെ
ഒരു ആക്സിഡന്റിനെ നിങ്ങൾ മർഡർ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി കോലാഹലങ്ങൾ എങ്ങനെ ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കോലാഹലങ്ങളെയാണ് ഇവിടെ ആ കോലാഹലങ്ങൾക്കെതിരായിട്ടാണ് വിമർശനവും രൂപപ്പെട്ടു വരുന്നത്. ആ വിമർശനത്തെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അത് വീണ്ടും ആവർത്തിക്കാനായിട്ട് ഈ സമയവും ഈ സാഹചര്യം ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടുന്നത്, ഈ നാട്ടിലെ മനുഷ്യർ നല്ല രാഷ്ട്രീയ ധാരണയുള്ള മനുഷ്യരാണ്. ഈ നാട്ടിലെ മനുഷ്യരെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. നിങ്ങളുടെ പൊള്ളയായ നാടകങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പക്വത നിലമ്പൂരിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ വരുന്ന 23-ാം തീയതി നിങ്ങൾക്ക് വ്യക്തമാകും എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത്. ശരി, ഡോക്ടർ കെ.പി. പ്രേംകുമാർ, ഈ സ്പോൺസേർഡ് മർഡർ എന്നൊക്കെ ഇന്നലെ ഉപയോഗിച്ചത് നമ്മൾ കേട്ടു. ഗൂഢാലോചനയെക്കുറിച്ചുള്ള സംശയം വരുന്നത് ഗോവിന്ദമാഷ് ഉൾപ്പെടെ പറഞ്ഞത് ഈ മരണത്തിന് ശേഷമുണ്ടായ പല കാര്യങ്ങളും കാണുമ്പോഴാണ്, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ളത് കാണുമ്പോഴാണ്. അത് പലപ്പോഴായി പല കാര്യങ്ങളിൽ ഗൂഢാലോചന, ഇന്നലെ മാത്രമല്ല പലപ്പോഴും അവിടെ എങ്ങനെയാണ് നിലമ്പൂർ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ആലോചിക്കുന്നതും അത് പല രീതിയിലേക്ക് ചിതറിപ്പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ പെൻഷനെക്കുറിച്ചുള്ള കെ.സി. വേണുഗോപാലിൻ്റെ ആ പ്രസ്താവന വന്നതുപോലും കൈക്കൂലിക്കാരാക്കി ആളുകളെ മാറ്റിയത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയായിരുന്നോ, ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണോ എന്നുള്ളത്, വേറെന്തെങ്കിലും മാറ്റാനായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ സംശയം തോന്നും. അതുപോലെ ഇപ്പോൾ ഇന്നലെ ജ്യോതികുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു പരാക്രമമൊക്കെ നമ്മൾ ശരിക്കും ഇതിനെ സ്ട്രാറ്റജി ആയിട്ട് തന്നെ കാണും. ഒരു ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയം അവിടെ ഇപ്പോഴും ഉണ്ടെന്ന് VS ജോയ് എന്ന് പറയുന്നത് കേട്ടു. ഗ്രൂപ്പ് അവരുടെ പാർട്ടിക്കകത്ത്, നമ്മൾ കേട്ടില്ല, പാർട്ടിക്കകത്തുള്ള ചർച്ചകളിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഇന്നലത്തെ പരാക്രമങ്ങൾ വല്ലാതെ പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടുണ്ടെന്ന് VS ജോയ് ഉൾപ്പെടെ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ വിലയിരുത്തുന്നത്? അത് ഞാൻ നേരത്തെയും നിലമ്പൂരിന്റെ കേസ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നിലമ്പൂരിൽ ഭയങ്കരമായ സ്ട്രാറ്റജി ഉണ്ട്. സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിന്റെ ആളുകൾ ഗംഭീരമായിട്ട് പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ഏത് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. കാരണം പാണക്കാട് തങ്ങളെ പറ്റിയുള്ള ഒരു പരാമർശം, പാണക്കാട് തങ്ങളെ വിമർശിച്ചു എന്നുള്ളൊരു സാധനം നിലമ്പൂരിൽ പറഞ്ഞാൽ അത് ഏറ്റവും ദോഷം ചെയ്യുക ആര്യാടൻ ഷൗക്കത്തിനാണെന്ന് നന്നായി ബോധ്യമുള്ള കെ.സി. വേണുഗോപാലാണ് ആ ചർച്ച അവിടെ എടുത്തിട്ടത്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ എന്നുള്ള കാര്യം ഇന്നത്തെ അവസ്ഥയിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ അത് പിണറായി വിജയനും CPM-നുമാണ് ഗുണം ഉണ്ടാവുക എന്ന് നന്നായിട്ട് അറിയുന്നവരാണ് എല്ലാ കോൺഗ്രസ്സുകാരും. ക്ഷേമ പെൻഷൻ വിഷയം അവിടെ എത്തിട്ടത് കെ.സി. വേണുഗോപാലാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ആര്യാടൻ ഷൗക്കത്ത് CPIM-ന്റെ ഏജന്റ് ആണ് എന്നും പിണറായി വിജയന്റെ പിന്നണി പോരാളിയാണ് എന്നും പറഞ്ഞ PV അൻവറിന്റെ പിന്നാലെ അവസാന ദിവസം വരെ എല്ലാം കഴിഞ്ഞിട്ട് അർദ്ധരാത്രിയിലും പോയ ആളുകളാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അപ്പം എന്താന്ന് എനിക്കറിയില്ല. AICC ഒപ്പിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള, എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുക, AICC ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് പരാജയപ്പെടുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞ PV അൻവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, അതിലെന്താ ഇപ്പൊ കുഴപ്പം എന്ന് ചോദിച്ച ആള് K. സുധാകരനാണ്. അപ്പൊ നിജേഷ് പറയുന്നതിൽ ഈ പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ കണ്ടാൽ കോൺഗ്രസ് ആണെന്ന് മനസ്സിലാവുന്നതിൽ ഏറ്റവും വലിയ അപവാദം K. സുധാകരനാണെന്ന് ഞാൻ പറയട്ടെ. ഹൈക്കമാൻഡിൽ പിണറായി വിജയനെ പിടിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞാലാണ് K. സുധാകരൻ. അതുകൊണ്ട് അങ്ങനെയൊന്നും ആള് കോൺഗ്രസ് ആണോ അല്ലയോ എന്നൊന്നും മനസ്സിലാവില്ല. ഇവിടെ പ്രശ്നം അതല്ല നിജേഷ്, ഞാൻ പറഞ്ഞതിൽ തന്നെ പിന്നെയും ഉറച്ചു നിൽക്കുന്നു. പന്നികളുടെ കൂട്ടത്തിൽ ഒന്നിന് അപകടം പറ്റിയാൽ പിന്നെയും പ്രശ്നം ഉണ്ടാക്കുകയല്ല പന്നികൾ ചെയ്യുക, ആ പ്രശ്നം അവരതായ രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ കുറെ കാലമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് കേരളമടക്കം ഇന്ത്യയിലെ സകല സംസ്ഥാനങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. കാട്ടിനുള്ളിൽ ചെല്ലുന്ന മനുഷ്യരെ കാട്ടിനകത്ത് വെച്ചോ, കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾ നാട്ടിൽ വെച്ചോ ആളുകൾ അപായപ്പെടുത്തുന്ന സമയത്ത് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. നിങ്ങൾ നടത്തുന്നത്, പ്രൊഫഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് അടക്കം നടത്തുന്നത് പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് ഡെഡ് ബോഡി വലിച്ച് റോഡ് കൊണ്ടുവന്ന് സീൻ ഉണ്ടാക്കലാണ്. ഇത് ഒരു തരത്തിലും ഉത്തരവാദിത്തമുള്ള രീതിയല്ല. നമുക്ക് വേണ്ടത് നിങ്ങളുടെ 18 MP-മാരില്ലേ, എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര നിയമം പരിഷ്കരിക്കണം, പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന ഈ നിയമം കാലഹരണപ്പെട്ടതാണ്, ചേഞ്ച് ചെയ്യണമെന്ന് രാഷ്ട്രീയമായ ആവശ്യം ഉന്നയിക്കാത്തത്? അതൊരിടത്തും ഉന്നയിക്കാതെ ആ ദിവസത്തെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത്. ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ പറ്റുന്നില്ല സംസ്ഥാന ഗവൺമെന്റിന്. കാരണം ഇതിന്റെ നിയമം കേന്ദ്രത്തിന്റെ കയ്യിലാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് മൊത്തം ഇന്ത്യയിലെ സിറ്റുവേഷൻ വെച്ചിട്ട് ചേഞ്ച് ചെയ്യൂ എന്നുള്ളതും അടുത്ത പ്രശ്നമാണ്. ഇത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല,
അത് ഫേസ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനുള്ള ത്രാണി നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഡിസ്കസ് ചെയ്താൽ കേരളത്തിലെ LDF ഗവൺമെന്റിനെ ഈ എന്താ പറയാ ഈ ഫോൾസ് അലിഗേഷനിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുമെന്നുള്ള പൊളിറ്റിക്കൽ ആയ ഭയമാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത്, ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ചെയ്തത് ഏറ്റവും ക്രൂരമായ കാര്യമാണ്. കാരണം ഒരു കുട്ടി കൊല്ലപ്പെടുന്നു, ബാക്കി 3 പേര് ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുന്ന സമയത്താണ് നിലമ്പൂർ ആശുപത്രിയിലേക്ക് അടക്കമുള്ള വഴി നട്ടപ്പാതിരിക്ക് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് സമരം നടത്തിയത്. ഞാൻ പിന്നെയും ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിന് ഇന്ന് നിലപാട് മാറ്റേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് തന്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് 4-5 ഡസൻ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിട്ടും ഒരാൾ പോലും, വേറെ ഒരു നേതാവും ആ സമരത്തിന് ഇറങ്ങാതിരുന്നത്? എന്തുകൊണ്ടാണ് VS ജോയ്ക്ക് ഇതിൽ കടുത്ത പ്രതിഷേധമുണ്ട് എന്നുള്ള വാർത്ത വന്നിട്ടും നിങ്ങൾ ഇതുവരെ നിഷേധിക്കാത്തത്? ഇത് നിരന്തരമായിട്ട് കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന വളരെ ആത്മഹത്യാപരമായ നിലപാടാണ്. 2021 ഇലക്ഷൻ സമയത്ത് 10 കിലോ അരി വിതരണം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പാടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയിരുന്നു രമേശ് ചെന്നിത്തല. ലൈഫ് പദ്ധതി നിർത്തലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്തുമാത്രം റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയാം. എന്നിട്ടും ഇത് തന്നെ തുടരുന്നതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് VD സതീശൻ എന്ന് പറയുന്നത് ആ ബഹളം ഉണ്ടാക്കിയ കൂട്ടത്തിൽ CPM-കാരും ഉണ്ടായിരുന്നു എന്ന്? നിജേഷ് എന്തുകൊണ്ടാണത് പറയാത്തത്? ഇതെല്ലാം നിജേഷിന് അറിയാത്തതല്ല, പരിസ്ഥിതി കാര്യങ്ങൾ അറിയാത്തതല്ല, പരിസ്ഥിതി രാഷ്ട്രീയം അറിയാത്തതല്ല, പഞ്ചായത്ത് രാജ് നിയമങ്ങൾ അറിയാത്തതല്ല, കേന്ദ്ര സംസ്ഥാന വകുപ്പുകളുടെ വിഭജനം അറിയാത്തതല്ല. നിങ്ങളുടെ നിവൃത്തികേട് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ നിവൃത്തികേട് ആളുകൾക്ക് മനസ്സിലാവും. നിവൃത്തികേട് അനുഭവിക്കുന്ന ഒരു പാർട്ടിയുടെ കൂടെ സ്വാഭാവികമായും ആളുകൾ നിൽക്കില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മൂർത്തമായ കാര്യങ്ങളാണ് പറയേണ്ടത്. അല്ലാത്ത ബഹളങ്ങൾ ഉണ്ടാക്കിയാൽ അന്ന് ചാനലുകളിൽ വാർത്ത വരും വലിയ. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ് സ്പോൺസേർഡ് മർഡർ എന്നൊക്കെ പറയുന്നത്. ഭയങ്കര വാക്കുകളാണല്ലോ. അത് പറയുമ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നല്ലാതെ അതിനെ വോട്ടായോ സപ്പോർട്ടായോ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 9 കൊല്ലമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളോട് സഹതപിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ആളുകൾ അപകടത്തിൽപ്പെടുന്ന സമയത്തെങ്കിലും, ആളുകളുടെ മരണത്തിന്റെ സമയത്തെങ്കിലും ഒരു മിനിമം മര്യാദ, ഒരു മിനിമം സെൻസ് കാണിക്കുക എന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത്. ഈ ഘട്ടത്തിൽ ഒരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമാണ്. അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിജേഷ് അരവിന്ദ്, ഇതിൻ്റെ തലക്കെട്ട് താങ്കൾ പലപ്പോഴായി വിമർശിക്കുന്നുണ്ടായിരുന്നെങ്കിലും താങ്കളെപ്പോലുള്ള നല്ല കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസ്സിന് ഉണ്ടാക്കുന്ന ആളുകൾ ആരാണ് എന്നുള്ളത് നോക്കി ഈ തലക്കെട്ട് യോജിക്കുന്നത് തന്നെയാണ്. ചില ദുരന്തങ്ങളായി പോകുന്നുണ്ട് ചിലപ്പോഴൊക്കെ ചില കോൺഗ്രസ് നടപടികൾ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരെ ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പന്നിശല്യത്തെക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ നല്ല അർത്ഥത്തിൽ മാത്രം വായിക്കുക, അല്ലാതെ ദ്വയാർത്ഥം അതിനകത്തുണ്ടെന്ന് കരുതാതിരിക്കുക. അവസാനത്തെ മിനിറ്റുകളാണ്. നിജേഷ് അരവിന്ദ്, കോൺഗ്രസ്സിന് ഇത്ര വലിയ സ്ട്രാറ്റജിക് എറർ പിഴവുണ്ടാക്കി കൊടുത്ത കാര്യങ്ങളാണ് പല ദിവസങ്ങളിൽ നടന്നത്. ഏറ്റവും ഒടുവിലത്തതാണ് ഇത്. അതുകൊണ്ടാണ് ഇന്ന് സ്ഥാനാർത്ഥിക്ക് വരെ തിരുത്തേണ്ടി വന്നത്. പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം നടത്തിയതുകൊണ്ടാണ് അതൊക്കെ പിടിച്ചതെന്ന് പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് തന്നെ പ്രതിയൊക്കെ പിടിച്ചിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹർത്താൽ വരെ മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. VS ജോയ്ക്ക്, കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ഈ അതൃപ്തി ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? തൃക്കാക്കര മുതൽ പാലക്കാട് വരെ ഞങ്ങളുടെ സ്ട്രാറ്റജി തെറ്റിയിട്ടില്ല. നീലപ്പെട്ടിയുമായി ഓടിയ ആളുകൾക്ക് അതറിയാം. ഞങ്ങൾ CPN പ്രതിയോട് പറയുന്നത് ആക്സിഡന്റ് അല്ല നടന്നത്. ഇത് സർക്കാരിന്റെ പിഴവ് കൊണ്ട്, ഡിപ്പാർട്ട്മെന്റിന്റെ പിഴവ് കൊണ്ട് ഉണ്ടായ, പരാതി കേൾക്കാത്തത് കൊണ്ട് ഉണ്ടായ ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിന് അതിന്റെ ഉത്തരവാദി സർക്കാർ തന്നെയാണ്. അതിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾ ആക്സിഡന്റ് എന്ന് പറഞ്ഞതുകൊണ്ടോ ലഘൂകരിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല. പിന്നെ ഈ ചർച്ചയിൽ നിന്ന് അങ്ങ് ഒരുപാട് അകലങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ ഞാൻ ഏതായാലും ആഗ്രഹിക്കുന്നില്ല. ഇത് സർക്കാർ സ്പോൺസേർഡ് മർഡർ ആണ്. ഇതിന് അടുത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് ഏറ്റവും അടുത്തുള്ള, താങ്കളുടെ ഏറ്റവും അടുത്ത അല്ല ഈ കാര്യത്തിൽ നിങ്ങൾ ഇനി എത്ര കുത്തിയിട്ട് ഇളക്കിയിട്ടും കാര്യമില്ല. നിലമ്പൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ UDF ഒറ്റക്കെട്ടാണ്. നിങ്ങൾ എങ്ങനെ വേണേ ഇളക്കി നോക്കിക്കോ, എന്തെങ്കിലും കിട്ടുമോ നോക്കിക്കോ. അതുകൊണ്ട് നിങ്ങൾ ഏത് സ്ട്രാറ്റജി പറഞ്ഞാലും ഞങ്ങൾ ഇതിൽ ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ ഒരുമിച്ച്. ഇന്നലെ അർദ്ധരാത്രി അവിടെ ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അവിടുത്തെ ജില്ലാ കമ്മിറ്റി അറിയിക്കാതെ ചെയ്തത് ഒരു തെറ്റാണോ താങ്കൾ പറയുന്നത്? അല്ലെ അദ്ദേഹം അല്ല CPM-ന്റെ പ്രതി പറഞ്ഞൊരു കാര്യം, അവിടെ കുറെ കോൺഗ്രസിന്റെ ബോർഡ് കണ്ടു. ഞങ്ങൾ വടവറം പാലം കഴിഞ്ഞാൽ നാടുകാണി വരെ ഏത് ഗ്രാമത്തിൽ പോയാലും കോൺഗ്രസിന്റെ കൈപ്പത്തിയും ആര്യാടൻ ഷൗക്കത്തിന്റെ ചിത്രവും കാണാം.
പ്രിയപ്പെട്ട പ്രതിയെ, നിങ്ങൾ അത് ചെയ്യാത്തതിന് അമരമ്പലത്ത് 4 സ്ഥലത്ത് മാത്രമല്ല ഞങ്ങളുടെ ബോർഡ് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് അവിടെ മാത്രമല്ല, നിങ്ങൾ അവിടെ മാത്രം പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ മാത്രം ഫോക്കസ് ചെയ്തതുകൊണ്ടാണ് അത് സംഭവിച്ചത്. VS ജോയിക്കും ആര്യാടൻ ഷൗക്കത്തിനും ഒറ്റ മനസ്സേ ഉള്ളൂ. അത് നിങ്ങൾക്ക് 23-ാം തീയതി ഉച്ച ഒരു 11 മണിയാകുമ്പോൾ കാണാം. നമുക്ക് അന്ന് പറ്റിയാൽ നമുക്ക് ഒന്നുകൂടി ഇരിക്കുകയും ചെയ്യാം. ആർഷോ, എന്തുകൊണ്ടാണ് പിന്നെ അവിടെ പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ടെന്നൊരു നിരീക്ഷണം വരുന്നത്? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അവിടുത്തെ ബോർഡ് കണ്ടു എന്നുള്ളതല്ല. ഇന്നലെ ഈ ദുരന്ത വാർത്ത അറിഞ്ഞതിന് ശേഷം ഈ മരണം അറിഞ്ഞ് തൊട്ടടുത്ത മണിക്കൂറുകളിൽ മാത്രം അവിടേക്ക് ബോർഡുകൾ തൊട്ടപ്പുറത്തെ പഞ്ചായത്തുകളിലടക്കം സ്ഥാപിച്ചിരുന്നത് ചുമന്നു കൊണ്ടുപോയി അവിടെ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് അവിടുത്തെ നാട്ടുകാർ, അവിടുത്തെ ജനം വളരെ കൃത്യമായി കണ്ടിട്ടുണ്ടെന്നും അതിനെ അവർ വളരെ കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട് എന്നുമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് ആ നിലയ്ക്ക് തന്നെ നിൽക്കും. ഇനി കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അവർക്കിടയിലുള്ള കലഹങ്ങൾ അത് ഈ ഘട്ടമെത്തുമ്പോഴേക്കും അങ്ങാടിപ്പാട്ടായി മാറുന്ന നിലയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അത് മൂർച്ഛിക്കുമെന്നുള്ളതിനെക്കുറിച്ച് വേറെ തർക്കത്തിനൊന്നും ഇടയുണ്ടാകും എന്നും കരുതുന്നില്ല. ഈ ഇൻസിഡന്റ് ഉൾപ്പെടെ പോയ കാലത്ത് എങ്ങനെയായിരുന്നോ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന പേര് വീണത്, ആ പേര് അരക്കെട്ടുറപ്പിക്കുന്ന ഇൻസിഡൻ്റായി ഇന്നലത്തെ ഇൻസിഡൻറ്റ് മാറി എന്നുള്ളതിനകത്തൊരു തർക്കവുമില്ല. അവർ ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ അങ്ങേയറ്റം നാട്ടിലെ ജനങ്ങളിൽ നിന്ന് അകന്ന് ജനങ്ങൾക്ക് വേണ്ടാത്തവരായി കേരളത്തിലെ UDF മാറുന്നിടത്തു നിന്നാണ് ഏത് വിജയനെയും, ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഏത് പ്രതിസന്ധിയെയും, ഏത് മരണത്തെയും, ഏത് അനിഷ്ടസംഭവത്തെയും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഇവരുടെ മനസ്സ് ചെന്നെത്തി നിൽക്കുന്നത്. അതിനെ ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് 23-ാം തീയതി ഡോക്ടർ KP പ്രേംകുമാർ, അവസാനത്തെ 1 മിനിറ്റാണ്. ഈ പറയുന്ന വിഷയം, ഒരു മരണത്തെ വിൽക്കാൻ ശ്രമിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ പാടില്ലാത്തത്, രാഷ്ട്രീയം ആക്കാൻ ശ്രമിക്കുന്നത്. അനന്തു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജീവൻ ഇന്നില്ല, പക്ഷേ അതിനെയൊക്കെ രാഷ്ട്രീയമായി ഉപതെരഞ്ഞെടുപ്പിൽ വിഷയമാക്കാൻ ശ്രമിക്കുന്നത് അവർ തന്നെ തിരിച്ചറിഞ്ഞ് പിന്നോട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളും അവർക്കിങ്ങനെ പിന്നോട്ട് പോകേണ്ടി വരുന്നു, പ്രതിരോധത്തിലാകുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലും നോക്കേണ്ടി വരുന്നത്. അത് സ്വരാജ് വേഴ്സസ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള നിലയിൽ താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയിൽ കണ്ടതിനേക്കാൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? അല്ല, സ്വരാജ് വേഴ്സസ് ഷൗക്കത്ത് എന്നുള്ളതും ഈ ഒരു ബഹളവും തമ്മിൽ എന്താ പറയാ, അങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ എനിക്ക് അറിയില്ല. മാത്രമല്ല, 1 മിനിറ്റിനുള്ളിൽ നിജേഷ് പറഞ്ഞ ഒരു കാര്യത്തോടെ യോജിക്കുന്നു. അത് മുഴുവൻ സിറ്റിസൺസിന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ആർക്ക് അപകടം ഉണ്ടായാലും ആര് മരിച്ചാലും സ്റ്റേറ്റ് തന്നെയാണ് അതിന് ഉത്തരവാദി. ഇതിന് പക്ഷേ പലതവണ നമ്മൾ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് വെടിവെച്ച് കൊന്നത്. അപ്പൊ കോൺഗ്രസ് തന്നെയായിരിക്കുമല്ലോ അതിന്റെ ഉത്തരവാദി. അങ്ങനെ സമ്മതിക്കേണ്ടി വരും. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരിക്കലും 100% അതിന്റെ ഡ്യൂട്ടി ചെയ്യുന്നത് സാധ്യമാവുന്ന ഒരു സിസ്റ്റം അല്ല എന്നറിയാത്തത് കൊണ്ടല്ല. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സാധാരണ മനുഷ്യർക്കെങ്കിലും എന്താ പറയാ, തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റുന്നതായിരിക്കണം. മിനിമം ഒരു ക്രിമിനൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഒരു കുട്ടി അപകടത്തിൽ കൊല ചെയ്തിടുമ്പോൾ സർക്കാർ മാത്രമാണ് ഉത്തരവാദി എന്ന് പറയുന്നത് ആ ക്രിമിനലിനെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇതുകൊണ്ട് കൂടെയാണ് അയാൾ കോൺഗ്രസ്സുകാരനും നിങ്ങളും കോൺഗ്രസ്സുകാരനാവുകയും ചെയ്യുന്നത്. യെസ്, എന്തായാലും ചർച്ചയുടെ അവസാന നിമിഷം തന്നെ ആയതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞതുപോലെ എല്ലാം എന്ത് സംഭവിച്ചാലും കേരളത്തിൽ ഏത് ഭരണകൂടത്തിൻ്റെ ഇടപെടൽ കൊണ്ടുള്ള കാര്യത്തിൽ കൂടെയാണെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് പിണറായി വിജയൻ സർക്കാരിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ആരെവിടെ എന്ത് തുമ്മിയാലും അത് പിണറായി വിജയനാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്ന രീതിയിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ ഒരു ഭാഷ പോയത് ഇപ്പോൾ ട്രോളുകാർക്ക് മാത്രം ഉപയോഗപ്പെട്ടതായി മാറിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അനന്തുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വല്ലാത്തൊരു ക്രിമിനൽ കുറ്റം ചെയ്ത വിനേഷ് എന്ന കോൺഗ്രസ്സുകാരൻ, അയാൾ ആരായാലും ശരി, അവിടെ അയാൾ കോൺഗ്രസ്സുകാരനോ അല്ലാത്ത ആളോ ആയിക്കോട്ടെ, അയാൾ ചെയ്തൊരു കൃത്യം അയാൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാർഡ് മെമ്പർക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്ന കോൺഗ്രസ് നിലപാട് എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ആ നാട്ടുകാരെ സമ്മതിക്കുമോ? ആ വാർഡ് മെമ്പർ ഒരു വൈസ് പ്രസിഡന്റാണ് പഞ്ചായത്തിൻ്റെ. ആ പഞ്ചായത്തിന് ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജനം അത് വിഴുങ്ങുക? നിലമ്പൂറുകാർ അതിന് മാപ്പ് കൊടുക്കുമോ? അത് കണ്ടറിയേണ്ട കാര്യമാണ്. കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് PM ആർഷോ, നിജേഷ് അരവിന്ദ്, ഒപ്പം ഡോക്ടർ KP പ്രേംകുമാർ.